Good morning, students. Good morning. വീഡിയോയ്ക്ക് ഓണാക്കി. പെട്ടെന്നാവട്ടെ. എന്താ dy by dxന്റെ മീനിങ് സാലിമേ? dy by dxന്റെ മീനിങ് എന്താണ്? dy by dx എന്ന് പറഞ്ഞാ dy by dx എന്താണ്? dy by dx dy by dx ഒരു പോസിറ്റീവ് ആണ്. y ഇൻക്രീസ് ചെയ്യുമ്പോൾ x ഇൻക്രീസ് പോസിറ്റീവ് ആണ് എപ്പോഴാണ് നല്ലോടാ ഞാൻ ചോദിച്ചത്. എന്റെ മീനിങ് എന്താന്നല്ലേ? dy by dxന്റെ മീനിങ് എന്താ? നീ dy by dx എന്ന് മനസ്സിലാക്കണേ. എന്താ ആൽറിനെ? പറയടാ. dy by dx ഡെറിവേറ്റീവ് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു x. അത് മനസ്സിലാക്കി. അതല്ല, അതിനകത്ത് ആപ്ലിക്കേഷൻ ലെവലിലെ മീനിങ് എന്താണ്? ആപ്ലിക്കേഷൻ ലെവലിനകത്ത് dy by dx അല്ലെങ്കിൽ dy by dt അതിന്റെ മീനിങ് എന്താണ് മനസ്സിലാക്കുന്നത്? അത് വായിച്ചു നോക്കിയിട്ടിരിക്കണോടാ പറഞ്ഞ കാര്യങ്ങള്, തലേദിവസത്തെ കാര്യങ്ങള്. ഇതൊക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞല്ലേ? ഇന്നലെ മുഴുവൻ നേരം പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളാ. ഒരു പ്രാവശ്യമെങ്കിലും നോക്കിയിട്ടുണ്ട് ക്ലാസ്സിൽ ഇരിക്കാനായിട്ട്. എന്താ ഫൈസേ? റേറ്റ് ഓഫ് ചേഞ്ചസ് കണ്ടിട്ടാണോ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് y with respect to x. dy by dx. dy by dx means rate of change of y. Rate of change of y ആണ് with respect to x. Rate of change of y with respect to x. Rate of change of y. dy by dx പോസിറ്റീവ് ആണ്. എന്റെ മീനിങ് എന്താണ് ഫാരിസേ? dy by dx പോസിറ്റീവ് ആണെങ്കിൽ എന്റെ മീനിങ് x ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് y ഇൻക്രീസ് ചെയ്യും. ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് y ഇൻക്രീസ് ചെയ്യും. കുഴപ്പമില്ല. അത് രണ്ട് തിരിച്ചു വന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ദെൻ dy by dx നെഗറ്റീവ് ആണെങ്കിലോ? നെഗറ്റീവ് ആണെങ്കിൽ എന്താ എന്റെ മീനിങ് മേഘ? dy by dx നെഗറ്റീവ് ആണെങ്കിലത്തെ മീനിങ് കേട്ടില്ല. മേഘ ഹെഡ്സെറ്റ് ഉപയോഗിക്കുന്നില്ലേ? ഹെഡ്സെറ്റ് ഉപയോഗിക്കുന്നില്ലെന്ന് പറഞ്ഞേ. ഇവിടെ റേഞ്ചിന്റെ പ്രശ്നം കാരണമായിരിക്കും. ശരി. കുഴപ്പമില്ല. മ്യൂട്ട് ചെയ്തോ നിഹാലെ. y decreases as x increases. ശരി. y decreases as x increases. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ നോക്കിയിട്ടിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ ഒരു നിവൃത്തിയില്ല. വളരെ കുറച്ച് കാര്യങ്ങൾ, വളരെ നിസ്സാര കാര്യങ്ങളെ നമ്മൾ പറഞ്ഞിട്ടേ ഉള്ളൂ. ഇതൊന്നും അറിയാണ്ടിരുന്ന പിന്നെ ഇങ്ങനെ ചെയ്യണത് എന്താ? ക്യൂബിന്റെ വോളിയം കണ്ടുപിടിക്കാനുള്ള ഫോർമുല അവനെ? വോളിയം ഓഫ് ദി ക്യൂബ്. ക്യൂബിന്റെ വോളിയം കണ്ടുപിടിക്കാനുള്ള ഫോർമുല 2πr. കാലത്ത് ചിരിപ്പിക്കരുത് കേട്ടോ. 2πr. ആറെന്താടാ അവനെ? ആറെന്താടാ അമ്മനെ? ആറെന്താ? റേഡിയസ്. ക്യൂബിന്റെ റേഡിയസ് അതെങ്ങനെയാ കണ്ടുപിടിക്കണേ?
മ്യൂട്ട് ചെയ്തോ. എന്താ സുഹേലെ ക്യൂബിന്റെ വോളിയം കണ്ടുപിടിക്കാനുള്ള ഫോർമുല? ക്യൂബിന്റെ വോളിയം ഉം. വോളിയം എ ക്യൂബ്. എ ക്യൂബ്. ക്യൂബിന്റെ വോളിയം എ ക്യൂബ്. സൈഡ് എ ആണെങ്കിൽ എ ക്യൂബ്, സൈഡ് എക്സ് ആണെങ്കിൽ എക്സ് ക്യൂബ്, സൈഡ് എക്സ് ആണെങ്കിൽ എക്സ് ക്യൂബ് എന്ന് വരും. ശരി, അടുത്ത ക്വസ്റ്റ്യൻ എടുത്തോ. ഏത് ക്വസ്റ്റ്യൻ ചെയ്യാനുള്ളത്? ജസിയ, നമ്മൾ എവിടെ നിൽക്കണത്? ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യൻ. ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യണം. ശരി, ക്വസ്റ്റ്യൻ വായിക്കട്ടോ. ക്വസ്റ്റ്യൻ ശരിക്ക് വായിക്കുക. തിരിച്ച് വായിച്ചിട്ട് തന്നേക്കുന്ന കാര്യങ്ങൾ എടുത്തെഴുതുക. ശരിക്ക് വായിച്ച് തന്നിരിക്കുന്ന കാര്യങ്ങൾ എടുത്തെഴുതിക്കൊള്ളുക. എന്നിട്ട് എന്താണ് കണ്ടുപിടിക്കേണ്ടതെന്ന് ആലോചിക്കുക. അതിനുവേണ്ട മാർഗങ്ങൾ ചെയ്യുക. എക്സസൈസ് 6.1. എക്സസൈസ് 6.1-നകത്തെ 7th ക്വസ്റ്റ്യൻ. The length x of a rectangle decreasing at the rate of 5 centimeter per minute. മിനിറ്റ് ആണ് കേട്ടോ യൂണിറ്റ് തന്നേക്കണത്. ലെങ്ത് ഓഫ് എ റെക്ടാംഗിൾ ഈസ് ഡിക്രീസിങ് അറ്റ് 5 centimeter per minute. Width y of the rectangle is increasing at the rate of 4 centimeter per minute. അപ്പൊ ലെങ്ത് കുറയുന്നു. ലെങ്ത് കുറയുമ്പോൾ വിഡ്ത്ത് കൂടുവാണ് കേട്ടോ. ലെങ്ത് കുറയുന്നു, വിഡ്ത്ത് കൂടുന്നു. When x equal to 8 centimeter and y equal to 6 centimeter, find the rate of change of perimeter and area of the rectangle. Find the rate of change of ഒന്നാമത്തത് പെരിമീറ്റർ. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പെരിമീറ്റർ കാണണം. അതുപോലെ തന്നെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയയും കാണണം. ലെങ്ത് എക്സ് എന്നും വിഡ്ത്ത് വൈ എന്നുമാണ് തന്നേക്കണത്. അപ്പൊ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളോടെ അൻവറെ പറഞ്ഞേക്കണേ? അൻവറെ എന്തൊക്കെയാ തന്നേക്കണെന്ന് പറഞ്ഞു നീ. The length x of a rectangle decreasing at the rate of 5 centimeter per minute. അതെന്താ സംഭവം? അല്ലെ എങ്ങനെ എഴുതാം? റേറ്റ് ഓഫ് ലെങ്ത് ഇല്ല, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ലെങ്ത് ഇല്ല. അത് നീ സിംബോളിക് ആയിട്ടൊന്ന് പറഞ്ഞേ. നമുക്ക് സിമ്പിൾ വെച്ച് എഴുതാൻ പറ്റണം. ഈ മാത്തമാറ്റിക്സ് നൊട്ടേഷൻ അനുസരിച്ച് ചെയ്യാൻ പറ്റണം. എന്തായിരിക്കും? dx by dy അല്ലേ? dx by dy അല്ലേ ലെങ്ത്തിന്റെ? അവിടെ എക്സ് എന്താ? എക്സ് എന്താ? മറ്റേ ലെങ്ത്. ലെങ്ത്. ദെൻ താഴെ പറഞ്ഞേക്കണ വൈ എന്താ? dx by dy എന്നാണ് പറഞ്ഞത്. വൈ എന്താ? y അല്ല, ആ dt ഇല്ലേ? ഏതാണ്? dt ഇല്ലേ? dt ആണ്. എങ്ങനെ നിനക്ക് dt ആണെന്ന് മനസ്സിലായേ? പെർ മിനിറ്റ് എടുക്കാണ്ട്. പെർ മിനിറ്റ്, പെർ ടൈം അല്ലേ തന്നേക്കണത്. റേറ്റ് ആ. ഓഫ് ചേഞ്ച് ഓഫ് ലെങ്ത്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ലെങ്ത് വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ് അവിടെ തന്നിരിക്കുന്നത്. അപ്പൊ ഒന്നുകൂടെ പറഞ്ഞേ, എന്തെന്ന് എഴുതണം? dx by dt. dx by dt. ഏഴാമത്തെ ക്വസ്റ്റ്യൻ. ഗിവൺ ഒരു സെക്കൻഡ്. കോഡ് ശരിയാണല്ലോ. ഒരു സെക്കൻഡ് കേട്ടോ. Okay. Question number 7. Given dx by dt, rate of change of length with respect to time. dx by dt equal to 5 centimeter per minute എന്ന് തന്നിട്ടുണ്ട്. dx by dt equal to 5 centimeter per minute. Then ഇവിടെ വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാനുണ്ട് കേട്ടോ. ലെങ്ത് ഓഫ് എ റെക്ടാംഗിൾ ഈസ് ഡിക്രീസിങ് അറ്റ് ദ റേറ്റ് ഓഫ് 5 centimeter per minute എന്നാണ് തന്നേക്കുന്നത്. ലെങ്ത് ഡിക്രീസിങ് ആണ്, കുറയുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. ഒരു ചെറിയ കാര്യം ഇവിടെ ചെയ്യാനുണ്ട്. ലെങ്ത് ഡിക്രീസിങ് ആണെന്നാണ് തന്നിരിക്കുന്നത്. എന്തായിരിക്കും ആദിൽ മുഹമ്മദ്? ഇല്ല. കൈലാസ? നെഗറ്റീവ് ഇടണം. നെഗറ്റീവ് ഇടണം.
ഓക്കെ, dx/dt ഈക്വൽ ടു -5 cm/s കേട്ടോ. അത് ഡിക്രീസിങ് ആണ്, ഡിക്രീസിങ് ആയതുകൊണ്ട് നെഗറ്റീവ് കൊടുത്തു. ദെൻ അടുത്തായിട്ട് എന്താ തന്നേക്കണത്? ആൻഡ് ദ വിഡ്ത്ത് y ഈസ് ഇൻക്രീസിങ് dy/dt, വിഡ്ത്ത് y ഈസ് ഇൻക്രീസിങ് dy/dt ഈക്വൽ ടു അറ്റ് ദ റേറ്റ് ഓഫ് 4 cm/min. അത് ഇൻക്രീസിങ് ആണ്, ഇൻക്രീസിങ് ആയതുകൊണ്ട് പോസിറ്റീവ് ആണ്. ഒരെണ്ണം ഡിക്രീസിങ് ആണ്, ഒരെണ്ണം ഇൻക്രീസിങ് ആണ്. രണ്ട് കാര്യങ്ങൾ എഴുതി. അപ്പൊ ലെങ്ത് കുറയുന്നു, ലെങ്ത് കുറയുമ്പോൾ വിഡ്ത്ത് കൂടിക്കൊണ്ടിരിക്കും. നമുക്ക് എന്തൊക്കെയാ കണ്ടുപിടിക്കേണ്ടത്? വെൻ x ഈക്വൽ ടു 8 ആൻഡ് y ഈക്വൽ ടു 6, അത് അവസാനം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടതാണ് കേട്ടോ. എക്സും വൈക്ക് അവസാനമാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. എല്ലാ പ്രോബ്ലത്തിലും അങ്ങനെയായിരിക്കും, എന്തെങ്കിലും ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ടായിരിക്കും, അവസാനമാണ് കൊടുക്കേണ്ടത്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഒന്നാമത്തെ കണ്ടുപിടിക്കാം. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പെരിമീറ്റർ, പെരിമീറ്ററിന് പി എന്ന് കൊടുക്കുന്നു കേട്ടോ. പെരിമീറ്റർ പി, പെരിമീറ്റർ പി ഈക്വൽ ടു എന്താ ഫോർമുല? ട്രയാങ്കിളിന്റെ പെരിമീറ്റർ കണ്ടുപിടിക്കാനായിട്ടുള്ള ഫോർമുല എന്താണ്? എന്താ മീന ട്രയാങ്കിളിന്റെ പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല? പെട്ടെന്നാവട്ടെ, പെട്ടെന്ന് ഉത്തരം പറ. സാർ 2l+b ആണോ? ആ, 2 × l+b. ഇവിടെ എല്ലും ബി എന്നൊന്നും അല്ല തന്നേക്കണത്. ഇവിടെ തന്നേക്കണത് എന്താണെന്ന് ചോറ? ഇവിടെ എല്ലും ബിയും അല്ല. എക്സും വൈയും കൂട്ടാം. അപ്പൊ എന്തോരും 2 × x+y ആണ്. പെരിമീറ്റർ 2 × ലെങ്ത് x ആണ്, ബ്രെഡ്ത്ത് y ആണ്. 2 × x+y. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് dp/dt ആണ് കേട്ടോ. ഫൈൻഡ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പെരിമീറ്റർ. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പെരിമീറ്റർ dp/dt ഈക്വൽ ടു 2 കോൺസ്റ്റന്റ് ഇൻറ്റു എന്ത് വരും? എന്തായിരിക്കും അതിൽ നസി? dx/dt plus dy/dt. dx/dt, derivative of x with respect to t plus derivative of y with respect to t. 2 × dx/dt plus dy/dt equal to 2 × dx/dt നമുക്ക് തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ആദ്യം തന്നിട്ടുണ്ട് -5 പ്ലസ് dy/dt 4 ആണ്. -5 + 4 -1 വരും. 2 × -1 ഈക്വൽ ടു -2 പെരിമീറ്റർ അല്ലേ, cm/min. -2 cm/min എന്ന് വരും. -2 cm/min. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പെരിമീറ്റർ അറ്റ് x ഈക്വൽ ടു 8 ആൻഡ് y ഈക്വൽ ടു 6 ആണ് കേട്ടോ. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പെരിമീറ്റർ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നതാണ് dp/dt, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പെരിമീറ്റർ അറ്റ് x ഈക്വൽ ടു 8, y ഈക്വൽ ടു 6. Find the rate of change of perimeter at x equal to 8 and y equal to 6. അത് എത്രയായിരിക്കും? എത്രയായിരിക്കും ജസിയ? ആ, എക്സിനും വൈക്കും ഇത് കൊടുത്താൽ മതി വാല്യൂ. എവിടെ? എക്സിനും വൈക്കും. എക്സിനും വൈക്കും എവിടെ കൊടുക്കും? എവിടെ എക്സും വൈയും? നമ്മളിപ്പോ കണ്ടുപിടിച്ചേക്കുന്ന ആൻസറിനകത്ത് എക്സും വൈയും ഉണ്ടോ? ഇല്ല. ആൻസറിനകത്ത് എക്സും വൈയും ഇല്ല കേട്ടോ. എക്സിനെയും വൈനെയും അത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പൊ എക്സും വൈയും എന്താണെങ്കിലും എക്സിനെയും വൈനെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ആൻസറിനകത്ത് എക്സും വൈയും ഇല്ല. അപ്പൊ എക്സും വൈയും എന്ത് വന്നാലും ഇത് എക്സ് 8 ഓ 6 ഓ 10 ഓ എന്തായിക്കോട്ടെ, എന്താണെങ്കിലും ഇത് -2 cm/min തന്നെയായിരിക്കും. ഇവിടെ എക്സും വൈയും ഇല്ല. ആൻസറിനകത്ത് എക്സും വൈ എന്ന് പറഞ്ഞ സാധനമില്ല. എക്സിനെയും വൈനെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. -2 cm/min. അവിടെ ആൻസറിനകത്ത് എക്സും വൈയും ഉണ്ടെങ്കിലല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. ഇവിടെ എക്സും വൈയും ഇല്ല. താഴെ ഒരു സെന്റൻസ് എഴുതി വെച്ചേര് കേട്ടോ. പെരിമീറ്റർ അവിടെ നെഗറ്റീവ് അല്ലേ കിട്ടിയേക്കണത്. അപ്പൊ എന്തായിരിക്കും? എങ്ങനെ എഴുതാം? നെഗറ്റീവ് എന്നതിന്റെ മീനിങ് എന്താ? എന്താ ലിമനെ? റേറ്റ് ഓഫ് ചേഞ്ച് നെഗറ്റീവ് കിട്ടിക്കഴിഞ്ഞാൽ എന്റെ മീനിങ് അറിയില്ല സർ.
അറിയില്ല. റേറ്റ് ഓഫ് ചേഞ്ച് നെഗറ്റീവ് വന്നിട്ടുണ്ടെങ്കിൽ അബു സാർ വൈ ഡിക്രീസും എക്സ് ഇൻക്രീസും. വൈ ഡിക്രീസസ്. ഇവിടെ വൈ അല്ലല്ലോടാ, സന്ദർഭത്തിനനുസരിച്ച് മാറ്റി പറയണ്ടല്ലേ. ഇവിടെ വൈയോ എക്സോ ഒന്നും അല്ലല്ലോ. എക്സ് ഡിക്രീസും വൈ ഇൻക്രീസും. എവിടെയാണ് ഇപ്പൊ എന്താണ് നമ്മൾ കണ്ടുപിടിച്ചത്? ഇപ്പൊ എന്നതാ കണ്ടുപിടിച്ചേ? പെരിമീറ്റർ. പെരിമീറ്റർ. പെരിമീറ്റർ ഉണ്ടാവുന്ന ചേഞ്ച് അല്ലേ കണ്ടുപിടിച്ചത്? dp/dt അല്ലേ നിനക്ക് -2 എന്ന് കിട്ടിയേക്കണത്? dp/dt എന്ന് പറഞ്ഞാൽ എന്താ? അത് അപ്പൊ എങ്ങനെ പറയാൻ പറ്റും dp/dt -2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? dp ഡിക്രീസ് ചെയ്യും, dt ഇൻക്രീസ് ചെയ്യും. dp അല്ലടാ, അത് റേറ്റ് ഓഫ് ചേഞ്ച് പെരിമീറ്റർ. പെരിമീറ്റർ ആണ്. പെരിമീറ്റർ നിന്നെ എനിക്ക് എങ്ങനെ പറഞ്ഞു തരും? എനിക്കൊരു പിടുത്തമില്ല. പെരിമീറ്റർ ഡിക്രീസസ് ആസ് ടൈം ഇൻക്രീസസ്. താഴെ എഴുതി വെച്ചേര് കേട്ടോ, താഴെ എഴുതി വെച്ചേര്. ദാറ്റ് ഈസ് ദ പെരിമീറ്റർ ഡിക്രീസസ് അറ്റ് ദ റേറ്റ് ഓഫ് perimeter decreases at the rate of 2 centimeter per minute. Perimeter decreases at the rate of 2 centimeter per minute. പെരിമീറ്റർ ഡിക്രീസ് ചെയ്യുന്നതാണ് അതിന്റെ അർത്ഥം. പെരിമീറ്റർ ഡിക്രീസസ് അറ്റ് ദ റേറ്റ് ഓഫ് 2 സെന്റിമീറ്റർ പെർ മിനിറ്റ്. ഡിക്രീസസ് എന്ന് കൊടുത്തിട്ട് വീണ്ടും മൈനസ് കൊടുക്കരുത് കേട്ടോ, മനസ്സിലായില്ലേ? ആ മൈനസിന് പകരമാണ് എന്ത് കൊടുത്തേക്കുന്നത്? ഡിക്രീസസ് എന്ന് കൊടുത്തിരിക്കുന്നത്. ആ മൈനസിന് പകരമാണ് നമ്മൾ ഡിക്രീസസ് കൊടുത്തിരിക്കുന്നത്. പെരിമീറ്റർ ഡിക്രീസസ് അറ്റ് ദ റേറ്റ് ഓഫ് 2 സെന്റിമീറ്റർ പെർ മിനിറ്റ്. പ്രോബ്ലംസ് അന്നന്ന് തന്നെ ചെയ്ത് പഠിക്കണം കേട്ടോ. പ്രോബ്ലംസ് അന്നന്ന് തന്നെ ചെയ്ത് പഠിക്കുക. നിങ്ങൾ ഇപ്പം ഇരിക്കുന്ന രീതിയിൽ വെറുതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഒരു കാര്യവും നടപടി ഉണ്ടാവുന്നതല്ല. എനിക്ക് മറന്നുപോയി കഴിഞ്ഞിട്ട് പിന്നെ കണ്ടുപിടിക്കാനും പാടാം. അപ്പോൾ തന്നെയാണെങ്കിൽ ഓർമ്മ കിട്ടും, പിന്നെ പഠിക്കാൻ നോക്കിയാൽ ബുദ്ധിമുട്ടായിരിക്കും. രണ്ടാമതിനകത്ത് ഏരിയ ഓഫ് ദ റെക്ടാങ്കിൾ. ഏരിയയ്ക്ക് എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചിട്ടുണ്ട്. പെരിമീറ്റർ ഡിക്രീസ് ചെയ്യുന്നു കിട്ടിക്കഴിഞ്ഞു, ഏരിയയ്ക്ക് എന്ത് സംഭവിക്കും? ഇപ്പൊ ഏരിയ ഓഫ് ദ റെക്ടാങ്കിൾ, എങ്ങനെയാ റെക്ടാങ്കിളിന്റെ ഏരിയ കാണുന്നത് ചന്ദന? L into B. ഇവിടെ എല്ലും ബിയും എല്ലാം മുകളിൽ തന്നേക്കണത് X into Y. x into y. Area of the rectangle. B part area A equal to xy. നമുക്ക് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ കാണണം. dA/dt equal to d/dt of xy. Derivative of area with respect to time equal to d/dt of xy. എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്? ബേസിലെ ഡിഫറൻഷിയേറ്റ് ചെയ്ത ബേസിലെ dx/dt dx/dt dy/dt dy/dt dx/dt dy/dt. ഇതിന്റെ ഇടയ്ക്ക് എന്തെങ്കിലും കൊടുക്കണോ? മൾട്ടിപ്ലിക്കേഷൻ ആണോടാ, അത് പ്ലസ് ആണോ? പ്ലസ് ആണോ? നീ പറ. മനസ്സിലേ? പ്ലസ് ആണോ? പ്ലസ് ഇവിടെ മുകളിൽ x+y എന്നാണോ കിടക്കണത്? അല്ല. അപ്പൊ എന്ത് ചെയ്യും? മൾട്ടിപ്ലിക്കേഷൻ. അപ്പൊ ഞാനിവിടെ താഴെ എന്ത് കൊടുക്കണം? ബസ്സിൽ നിനക്ക് ആൻസർ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ പറയാം കേട്ടോ, മാറ്റി പറയാണ്ടേ പറയാം. എടാ അവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണെന്ന് മനസ്സിലായോ നിനക്ക്? xy എന്നല്ലേ കിടക്കണത്?
മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ ഡെറിവേറ്റീവ് ആണെങ്കിൽ എങ്ങനെയാ? മൾട്ടിപ്ലിക്കേഷനകത്ത് ഡെറിവേറ്റീവ് കാണുന്നത് എങ്ങനെയാണ്? എങ്ങനെയാ ബേസിലെ? രണ്ട് ടേമിന്റെ പ്രോഡക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഡെറിവേറ്റീവ് കാണുന്നത് എങ്ങനെയാണ്? ഏ എങ്ങനെയാ ഫൈസേ? പ്രൊഡക്റ്റ് റൂൾ അല്ലേ? ആ, പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. ഇവിടെ രണ്ടെണ്ണത്തിന്റെ പ്രോഡക്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. പറഞ്ഞ ഫൈസേ, പ്രോഡക്റ്റ് റൂൾ എന്താണ്? എക്സ് ഇൻറ്റു ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി ടി. ശരി. ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി ടി, ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ്, ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ്, പ്ലസ് y into dx by dt. y into dx by dt. ഇവിടെ പ്രോഡക്റ്റ് റൂള് അപ്ലൈ ചെയ്യണം. രണ്ട് ഫംഗ്ഷന്റെ പ്രോഡക്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി ഫസ്റ്റ് ഈക്വൽ ടു നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് എത്രയാണ്? അത് എഴുതി വെച്ചിട്ടുണ്ടല്ലോ. ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ഡി വൈ ബൈ ഡി എക്സ് 4 ആണ്, ഡി എക്സ് ബൈ ഡി ടി -5 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എക്സ് ഇൻറ്റു 4 പ്ലസ് വൈ ഇൻറ്റു -5. അപ്പോൾ 4x -5y ഡെറിവേറ്റീവ് ഡി എ ബൈ ഡി ടി. നമുക്കിനി കണ്ടുപിടിക്കേണ്ടത് ഡി എ ബൈ ഡി ടി, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ എപ്പോഴാ? വെൻ എക്സ് ഈക്വൽ ടു 8 ആൻഡ് y ഈക്വൽ ടു 6. എക്സ് ഈക്വൽ ടു 8, y ഈക്വൽ ടു 6. That is equal to 4 into 8 minus 5 into 6. 32 minus 30. 32 minus 30 equal to 2 centimeter square per minute. 2 centimeter square per minute. ഏരിയ ഈസ് ഇൻക്രീസിങ്. ഏരിയ ഇൻക്രീസിങ് ആണ് കേട്ടോ. ഏരിയ ഈസ് ഇൻക്രീസിങ് അറ്റ് ദ റേറ്റ് ഓഫ് 2 സെന്റിമീറ്റർ പെർ മിനിറ്റ്. ഏരിയ ഇൻക്രീസിങ് ആണ്. ഏരിയ ഈസ് ഇൻക്രീസിങ് അറ്റ് ദ റേറ്റ് ഓഫ് 2 സെന്റിമീറ്റർ പെർ മിനിറ്റ്. Area is increasing at the rate of 2 centimeter per minute. അടുത്ത ക്വസ്റ്റ്യൻ വായിക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ വായിക്കുക ചെയ്യുക. ക്വസ്റ്റ്യൻ നമ്പർ 8. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ ചോദിച്ചോളണം കേട്ടോ. ഇറങ്ങുന്ന കാര്യങ്ങളിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ ചോദിച്ചോളണം. എങ്ങനെയാ ഡൗട്ട് ചോദിക്കണേ അല്ലേ? തലേ ദിവസം പഠിപ്പിക്കേണ്ട ഒരു കാര്യം നോക്കണ്ട വന്നിരിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 8. A balloon which always remains spherical on inflation is being inflated by pumping 900 cubic centimeters of gas per second. Find rate at which radius. Find the rate at which radius of the balloon increases when the radius is 15 centimeter. ക്വസ്റ്റ്യൻ വായിച്ചിട്ട് എന്താണ് തന്നിരിക്കുന്നത്, എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ബലൂണിന്റെ ഷേപ്പ് സ്പെറിക്കൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. മാത്തമാറ്റിക്സിനകത്ത് പ്രോബ്ലം ചോദിക്കുമ്പോൾ ബലൂണിന്റെ ഷേപ്പ് പറഞ്ഞിട്ടില്ലെങ്കിലും സ്പിയർ ആയിരിക്കും കേട്ടോ. ബലൂണിന്റെ ഷേപ്പ് സ്പിയർ. ബലൂൺ ഇങ്ങനെ വീർപ്പിച്ച് കഴിയുമ്പോഴേ, ഇൻഫ്ലേഷൻ വീർപ്പിച്ച് കഴിയുമ്പോൾ അത് സ്പിയറിന്റെ ഷേപ്പ് ആയിരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇൻ കേസ് പറഞ്ഞിട്ടില്ലെങ്കിലും നമുക്ക് അങ്ങനെ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ശരിക്കും ബലൂണിന്റെ ഷേപ്പ് സ്പിയർ ഒന്നും അല്ല, പക്ഷെ പ്രോബ്ലത്തിനകത്ത് ബലൂണിന്റെ ഷേപ്പ് സ്പിയർ എന്നുള്ള രീതി എടുത്തേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതായിരിക്കും സ്പിയർ ആയിരിക്കും ഷേപ്പ്. ബൈ പമ്പിങ്, അത് വീർപ്പിക്കുന്നു എന്നാ പറഞ്ഞേക്കണേ. എങ്ങനെ? ഒരു ബലൂൺ അത് വീർപ്പിക്കുകയാണ്. ബൈ പമ്പിങ്
900 cubic centimeters of gas per second. 900 cubic centimeters of gas per second. അപ്പൊ അത് എന്തായിരിക്കും സംഭവം? എന്തായിരിക്കും ആഷിഖ് നാസറെ? യൂണിറ്റിൽ നിന്ന് മനസ്സിലാക്കാം. കുറച്ച് കാര്യങ്ങളൊക്കെ ചിലപ്പോൾ യൂണിറ്റിൽ നിന്ന് മനസ്സിലാക്കേണ്ടി വരും കേട്ടോ. ഇവിടെ വീർപ്പിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് വന്നിട്ടുണ്ട്. dv/dt ആണോ? dv/dt വോളിയത്തിനുണ്ടാകുന്ന ചേഞ്ച് ആണ്. 900 ക്യൂബിക്, ക്യൂബ് എന്ന് പറഞ്ഞാൽ വോളിയമാണല്ലേ, വോളിയത്തിനുണ്ടാകുന്ന ചേഞ്ച് ആണ് തന്നേക്കുന്നത്. ബലൂൺ വീർപ്പിക്കുമ്പോൾ ആ ബലൂണിന്റെ വോളിയത്തിനുണ്ടാകുന്ന ചേഞ്ച് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഗിവൺ dv/dt. dv/dt, rate of change of volume with respect to time is 900 cubic centimeter cube per second. 900 centimeter cube per second. dv/dt equal to 900 centimeter cube per second. വോളിയത്തിനുണ്ടാകുന്ന ചേഞ്ച് തന്നിട്ടുണ്ട്. നമുക്കിനി എന്താ കണ്ടുപിടിക്കേണ്ടത്? എന്താ അൻവറെ കണ്ടുപിടിക്കണ്ടേ? റേഡിയസ് 15 സെന്റിമീറ്റർ ആകുമ്പോ ആ 15 അവസാനം കൊടുക്കണ്ട കേട്ടോ. റേഡിയസ് 15 എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും അവസാനം കൊടുക്കേണ്ട കാര്യമാണ്. റേഡിയസ് 15 സെന്റിമീറ്റർ ആകുമ്പോ ഈ റേഡിയസിലുണ്ടാവുന്ന ചേഞ്ച്, റേഡിയസിലുണ്ടാകുന്ന ചേഞ്ച് എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം? ധൈര്യമായിട്ട് പറഞ്ഞോളൂ. dr/dt. dr/dt ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് dr/dt കാണണം. എപ്പോൾ? വെൻ റേഡിയസ് ഈക്വൽ ടു 15. റേഡിയസ് 15 ആകുമ്പോൾ ഉള്ള dr/dt ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ശരി, വോളിയം തന്നിട്ടുണ്ട്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് റേഡിയസ് ആണ് നമുക്ക് കാണേണ്ടത്. എന്താ വോളിയത്തിന്റെ ഫോർമുല? വോളിയം ഓഫ് ദ സ്പിയർ എന്തായിരിക്കും? അമ്മാൻ വോളിയം ഓഫ് ദ സ്പിയർ a cube. a cube അല്ലേ? a ക്യൂബ് എന്തായിരുന്നുടാ? ഞാൻ നിന്നോട് കാലത്ത് ചോദിച്ച എന്നതാ a ക്യൂബ് എന്നതായിരുന്നു? അമ്മാനെ, ഞാൻ നിന്നോട് കാലത്ത് ചോദിച്ചിട്ട് നീ ഉത്തരം പറയാണ്ടിരുന്നില്ലേ? എന്നിട്ട് a ക്യൂബ് എന്ന് ഉത്തരം കിട്ടി. അത് എന്നതായിരുന്നു സംഭവം? അത് ക്യൂബിന്റെ വോളിയം. ക്യൂബും സ്പിയറും ഒന്നാണോടാ? സ്പിയറിന്റെ വോളിയം അല്ലേ? πr², 2πr. എടാ 2πr സർക്കിളിന്റെ പെരിമീറ്റർ, πr² സർക്കിളിന്റെ റേഡിയസ്. ഉണ്ടോ? ഇനി എന്തെങ്കിലും പറയാനുണ്ടോ അവനെ? ഓർക്കണല്ല. ശരി, എന്തായിരിക്കും ചന്ദന സ്പിയറിന്റെ വോളിയം? അറിയില്ല. ഇതൊക്കെ എങ്ങാണ്ട് 7ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും പഠിക്കില്ലേ ഫോർമുലയൊക്കെ? ഹാഫിസേ, വോളിയം ഓഫ് ദ സ്പിയർ? 1/3 πr³ അല്ലല്ലോടാ? 1/3 πr³ അല്ല, 4/3 πr. മതി നിർത്തി. 4/3 πr³ കേട്ടോ. 4/3 πr³ ആണ് വോളിയം ഓഫ് ദി സ്പിയർ. 4/3 πr³ ആണ് കേട്ടോ. ഇതൊക്കെ പഠിക്കണം പിള്ളേരെ. വോളിയം ഓഫ് ദി സ്പിയർ, വോളിയം V ഈക്വൽ ടു 4/3 πr³. അടുത്ത ദിവസം ചോദിക്കുമ്പോൾ അറിയാതിരിക്കണം കേട്ടോ കാര്യങ്ങളൊക്കെ. ഈ ഫോർമുലാസ് അറിയാണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഈ വോളിയം അല്ലെങ്കിൽ ഏരിയ അങ്ങനെയുള്ള ഫോർമുലാസ് അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് ഈ പ്രോബ്ലംസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. വോളിയം 4/3 πr³ ആണ്. 4/3 πr³. നമുക്ക് തന്നിട്ടുണ്ട് കേട്ടോ. dv/dt കാണാം. dv/dt ആണ് 900 തന്നേക്കണത്. dv/dt ഈക്വൽ ടു d/dt ഓഫ് 4/3 πr³.
dv/dt equal to d/dt of 4/3 pi r cube equal to എന്തൊരു പ്രഥമ ഡെറിവേറ്റീവ് dv/dt നമുക്ക് 900 തന്നിട്ടുണ്ട് കേട്ടോ, അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 900 ഈക്വൽ ടു ഡെറിവേറ്റീവ് ഓഫ് 4/3 pi r cube. അതെന്താ നിഹാലെ 4/3 pi r cube ഡെറിവേറ്റീവ്? അറിയില്ല സാർ. അറിയില്ല. ഇനി എന്നാണ് ഇതൊക്കെ അറിയണത്? ഫോർ ബൈ ത്രീ പൈ ആർ ക്യൂബ്. എന്താ സാലിമേ 4/3 pi r cube ഡെറിവേറ്റീവ്? by 3 pi r cube 4/3 pi into 4/3 pi കോൺസ്റ്റന്റ്. ശരി, അത്രയും പറഞ്ഞല്ലോ. 4/3 pi കോൺസ്റ്റന്റ് ആണ്. 4/3 പൈ ഇത്രയും പുറത്തേക്ക് മാറ്റാം. ഇനി ഡെറിവേറ്റീവ് ഓഫ് ആർ ക്യൂബ് 3r raised to 2. 3r raised to 2. തീർന്നില്ല. ഇത് വിത്ത് റെസ്പെക്ട് ടു ആർ ആണെങ്കിലാണ്. വിത്ത് റെസ്പെക്ട് ടു ആർ ആണെങ്കിൽ 3r². ഇവിടെ വിത്ത് റെസ്പെക്ട് ടു ടി ആ. അപ്പൊ എന്തോടെയും വരും dx ഒന്നും ഇല്ലടാ അവിടെ. ഇല്ലാത്ത സാധനം കൊടുക്കണേ എങ്ങനെയാ? dr/dt ഇല്ലാത്ത മുതൽ എങ്ങനെയാണ് നിങ്ങൾ കൊടുക്കണത്? dr/dt വരും. 4/3 pi കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് ഓഫ് ആർ ക്യൂബ് 3r² ഇൻറ്റു dr/dt. നമുക്ക് ഈ dr/dt കണ്ടുപിടിക്കണ്ട കേട്ടോ. ക്വസ്റ്റൻ അത് ചോദിച്ചാൽ dr/dt എത്രയാണെന്നാണ്. ദാറ്റ് ഈസ് 900 ഈക്വൽ ടു 3 3 കട്ടായി പൊക്കോളും 4 pi r². ഒരു 3 3 കട്ടായി പോകും ഇൻറ്റു dr/dt. ക്വസ്റ്റ്യൻ dr/dt ആണ്. അപ്പോൾ dr/dt ഈക്വൽ ടു 900/4 pi r². 4 pi r²നെ മറുസൈഡിലേക്ക് കൊണ്ടുപോയി. dr/dt കാണണം വെൻ r ഈക്വൽ ടു 15. അതാണ് ക്വസ്റ്റ്യൻ. റേറ്റ് ഓഫ് ചേഞ്ച് dr/dt when r equal to 15 equal to 900/4 pi into 15 സ്ക്വയർ. എത്രയാന്ന് സിംപ്ലിഫൈ ചെയ്തേ കേട്ടോ. എത്രയാവോ കിട്ടിയത് ഫൈനൽ ആൻസർ? സാർ -π ആണ്. -π. അതെങ്ങനെ കിട്ടി അബു? അതിനു മുമ്പിലത്തെ സ്റ്റെപ്പ് എത്രയാ? 900/100. ഇവിടെ -π എന്ന് കിട്ടുന്നതിന് മുമ്പ് എന്താ കിട്ടിയെന്നാ? 900/900π. അപ്പൊ എന്ത് വെട്ടി കളഞ്ഞിട്ട് ഏതൊക്കെയും വെട്ടി കളഞ്ഞു നീ? 900 ശരി, ബാക്കി എന്നാ ഉണ്ട് അവിടെ? π. എവിടെയാ കിടക്കണേ? താഴെ. അപ്പൊ ഞാൻ എവിടെ ഇടണം? താഴെ ഇടണോ മുകളിൽ ഇടണോ? -π. അതെങ്ങനെയാടാ അത്? നിങ്ങളുടെ കണ്ടുപിടുത്തം കൊണ്ട് ഞാൻ തോറ്റുപോയല്ലോ. 1/π. അത് ഇനി -π ആക്കാൻ വളരെ 1/π -π അവിടെ എങ്ങനെയാടാ? ആ 1 മാറുമ്പോ -ആവും. 1 മാറുമ്പോ മൈനസ് ആവും.
അങ്ങനെ മൈനസ് ആവില്ല കേട്ടോ. എടാ 1/x എന്ന് പറഞ്ഞാലേ അബുവേ 1/x എന്ന് പറഞ്ഞാൽ അത് എക്സ് റേസ് ടു -1 അല്ലാതെ -x അല്ല. എക്സ് റേസ് ടു -1 ആണ്. 1/π യൂണിറ്റ് കൊടുത്തേരെ. എന്താ അബു യൂണിറ്റോടെയും പറഞ്ഞേ? സെന്റിമീറ്റർ ക്യൂബ് ബൈ സെക്കൻഡ്. സെന്റിമീറ്റർ ക്യൂബ് ബൈ സെക്കൻഡ്. നിനക്ക് എങ്ങനെയാ സെന്റിമീറ്റർ ക്യൂബ് എന്ന് കിട്ടിയത്? സെന്റിമീറ്റർ ഉള്ളൂ സാർ. സെന്റിമീറ്റർ ഉള്ളൂ, ക്യൂബില്ല. കാരണം എന്താ? കാരണം പൈ ആറ്. എടാ അവിടെ റേഡിയസ് അല്ലേ ചോദിച്ചേക്കണേ? dr/dt എന്നല്ലേ? റേഡിയസ് സെന്റിമീറ്റർ അല്ലേ? റേഡിയസ് സെന്റിമീറ്റർ ആയതുകൊണ്ട് അവിടെ സെന്റിമീറ്ററേ ഉള്ളൂ. ക്വസ്റ്റ്യൻ നമ്പർ 9 ചെയ്തേ. A balloon which always remains spherical has a variable radius. Radius variable ആണ് കേട്ടോ, അതായത് റേഡിയസ് മാറിക്കൊണ്ടിരിക്കും. A balloon which always remains spherical has a variable radius. Find the rate at which volume is increasing. Volume increase ചെയ്യുന്ന റേറ്റ് ആണ് കാണേണ്ടത് with the radius. Find the rate at which volume is increasing with the radius when the latter is 10 cm. Latter എന്ന് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും? അല്ല, ഈ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് എന്തൊക്കെയാന്ന് പറഞ്ഞു തന്നെ. ക്വസ്റ്റ്യൻ വായിച്ചിട്ട് എന്തൊക്കെ തന്നിട്ടുണ്ട് എന്നത് കണ്ടുപിടിക്കണം. അതൊക്കെ ഒന്ന് വിശദമായിട്ട് പറഞ്ഞു തന്നെ കൈലാസ. വോളിയം ഇൻക്രീസിംഗ് ചെയ്യുമ്പോൾ dv/dt. dv/dt dv/ പറയടാ. dt dv/dt എൽവിൻ സാർ പറഞ്ഞ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് എന്റെ മീനിങ് പറഞ്ഞ നീ. ബലൂണിന്റെ വോളിയം ഇൻക്രീസ് ആവുന്നത് റേഡിയസ് 10 സെന്റിമീറ്റർ ആവുമ്പോ. ഞാൻ അപ്പൊ എന്തൊക്കെ തന്നിട്ടുണ്ട് അല്ലെങ്കിൽ എന്ത് കണ്ടുപിടിക്കണം എന്നൊക്കെ ഒന്ന് പറഞ്ഞു സിംബോളിക് ആയിട്ട്. റേഡിയസ് തന്നിട്ടുണ്ട്. റേഡിയസ് തന്നിട്ടുണ്ട്. എത്ര റേഡിയസ്? 10 സെന്റിമീറ്റർ. 10 സെന്റിമീറ്റർ. അത് അവസാനം കൊടുക്കേണ്ടതാ കേട്ടോ. റേഡിയസ് 10 സെന്റിമീറ്റർ ആണ്. പിന്നെ വോളിയം കണ്ടുപിടിക്കണം. വോളിയം കണ്ടുപിടിക്കണം. വോളിയം അല്ലല്ലോ കണ്ടുപിടിക്കണ്ടേ. വോളിയം കണ്ടുപിടിക്കാൻ എവിടെയാ പറഞ്ഞേക്കണേ? Find the rate at which its volume is increasing. റേറ്റ് എന്നല്ലേടാ പറഞ്ഞേക്കണേ. അത് വോളിയം ആണോ? റേറ്റ് എന്ന് പറഞ്ഞ വോളിയാണോ? dv/dt. നീ എന്തുകൊണ്ട് താഴെ ടി എന്ന് പറഞ്ഞേ? ഇവിടെ നീ ആ സെന്റൻസ് ഒന്ന് വായിച്ച്. നിങ്ങൾ ക്വസ്റ്റ്യൻ ശരിക്കും വായിക്കുന്നേ. ക്വസ്റ്റ്യൻ വായിച്ച് നീ ഒന്ന് വായിച്ച് ഉറക്കം വായിച്ച് കേക്കട്ടെ. ഫൈൻഡ് ദ റേറ്റ് അറ്റ് വിച്ച് its volume is increasing with the radius. With the radius. അപ്പൊ എന്നതാ? dv/dr. dv/dr ആണ്. dv/dr അല്ലാണ്ട് നിങ്ങൾ ചുമ്മാ dv/dt ഇത്ര നേരം താഴെ ടി ആയിരുന്നു നിർത്തി എല്ലാ പ്രോബ്ലത്തിലും അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. ക്വസ്റ്റ്യൻ വായിക്കണം. ക്വസ്റ്റ്യൻ ശരിക്ക് വായിക്കണം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് ദി റേറ്റ് അറ്റ് വിച്ച്. റേറ്റ് കണ്ടുപിടിക്കണം. റേറ്റ് അറ്റ് വിച്ച് വോളിയം ഈസ് ഇൻക്രീസിങ്, അതായത് dv. വോളിയം ഇൻക്രീസ് ചെയ്യുന്ന റേറ്റ് കണ്ടുപിടിക്കണം. dv വിത്ത് റേഡിയസ് dv/dr ആണ് നമുക്ക് വേണ്ടേട്ടോ. dv/dr. ക്വസ്റ്റ്യൻ നമ്പർ 9. dv/dr 6 വേരിയബിൾ ആണെന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ട്. dv/dr കണ്ടുപിടിക്കണം. എപ്പോൾ? അറ്റ്
ലേറ്റർ എന്ന് പറഞ്ഞാൽ റേഡിയസ് ആണ് കേട്ടോ. റേഡിയസ് ഈക്വൽ ടു 10. രണ്ടാമത് വന്നിരിക്കുന്നത് dv/dr ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. dv/dr നോക്കാം, കണ്ടുപിടിക്കാനായിട്ട് നോക്കാം. സ്പെറിക്കൽ ആണെന്ന് തന്നിട്ടുണ്ട്, വേരിയബിൾ റേഡിയസ് തന്നിട്ടുണ്ട്. ശരി, വോളിയം എന്താ? എൽവിനെ നീ കംപ്ലീറ്റ് ചെയ്തേ. വോളിയത്തിന്റെ ഫോർമുല എന്താണ്? 4/3 pi r cube. 4/3 pi r ക്യൂബ്. അപ്പൊ ഇനി എന്ത് കാണണം നമുക്ക്? ഡെറിവേറ്റീവ് ആണ് dv/dr ഈക്വൽ ടു പറഞ്ഞോ, ഡെറിവേറ്റീവ് ഓഫ് d/dr. ഡെറിവേറ്റീവ് ഓഫ് 4/3 pi r ക്യൂബ് ഈക്വൽ ടു എത്ര വരും? 4/3 pi into ആം 3r square. ആം ഇനി വല്ലതും ഉണ്ടോ? dv/dr. ഉണ്ട്. അതിപ്പോ കിടക്കണല്ലേടാ. ആ. ഇനി എന്നാ ഉള്ളേ? r-ന് 10 കൊടുക്കണം. r-ന് 10 കൊടുത്താൽ മതി. ഇവിടെ ഡെറിവേറ്റീവ് കഴിഞ്ഞു കേട്ടോ. ഇവിടെ ഡിഫറൻസിയേഷൻ വിത്ത് റെസ്പെക്ട് ടു r ആണ്. ആർ ക്യൂബിന്റെ ഡെറിവേറ്റീവ് അതെ. ഡെറിവേറ്റീവ് ഓഫ് ആർ ക്യൂബിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു r 3r സ്ക്വയർ. ഇവിടെ വിത്ത് റെസ്പെക്ട് ടു t ആയിരുന്നെങ്കിലോ ഇവനെ dv/dr വന്നാണ്. dv/dr അല്ല, വിത്ത് റെസ്പെക്ട് ടു t ആണെങ്കിൽ dv/dt. dv/dt അല്ല. ഇവിടെ ഇങ്ങനെയായിരുന്നെങ്കിൽ d/dt ഓഫ് 4/3 pi r ക്യൂബ് ആണെങ്കിൽ എന്ത് വരുമായിരുന്നു? നീ പറഞ്ഞു നോക്കേ. dv/dt ആൻസർ പറ. d/dt 4/3 pi കോൺസ്റ്റന്റ്. ശരി, r square into 3r സ്ക്വയർ അല്ലേ? 3r square into 3r സ്ക്വയർ ഇൻറ്റു dr/dt. dr/dt ആണ്. ഇവിടെ r-നെ ഡിഫറൻഷിയേറ്റ് ചെയ്യണത്, ആർ ക്യൂബിനില്ല. അപ്പൊ dr/dt ആണ് വരുന്നത് കേട്ടോ, അല്ലാണ്ട് dv/dt ഒന്നുമല്ല, dr/dt ആണ് വരുന്നത്. ശരി, ഇവിടെ കഴിഞ്ഞു തൽക്കാലം. വിത്ത് റെസ്പെക്ട് ടു r ആയതുകൊണ്ട് ഇത് കഴിഞ്ഞു. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. dv/dr at r equal to 10. dv/dr at r equal to 10 equal to 4/3. 3 കട്ടായി പോയിക്കോളൂ അല്ലെ? 3 കട്ടായി പോകും. 4 pi into 10 സ്ക്വയർ 400 pi. 400 pi യൂണിറ്റ് എന്തായിരിക്കും ജെസിയ? സെന്റിമീറ്റർ ക്യൂബ് പെർ സെന്റിമീറ്റർ. സെന്റിമീറ്റർ ക്യൂബ് പെർ സെന്റിമീറ്റർ. സെന്റിമീറ്റർ ക്യൂബ് പെർ സെന്റിമീറ്റർ. എത്രന്റെ ആൻസർ കിട്ടി അമീന? 9ാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ അമീന? 9ാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ എത്ര കിട്ടിയ? സാർ ചെയ്യണം നോക്കൊണ്ടിരിക്കുന്നു, എഴുതിയെടുത്തില്ല. എന്റെ എഴുതിയെടുക്കാഞ്ഞേ? മറന്നുപോയി. മറന്നുപോയി. മറന്നുപോയോ? ചെയ്യണം നോക്കൊണ്ടിരുന്നു. ചെയ്യണം നോക്കിക്കൊണ്ടിരുന്നു. അത് ഭയങ്കരമായിപ്പോയല്ലോ അമീന. എഴുതിയെടുക്കാൻ മറന്നുപോയി. ഞാനിപ്പോ എന്റെ ഇപ്പൊ 10-20 വർഷമായി ആദ്യമായിട്ട് അങ്ങനെ ഒരു ആൻസർ കേൾക്കണത്, ചെയ്തു നോക്കാൻ മറന്നുപോയി എന്നുള്ളത്. എഴുതിയെടുക്കാൻ മറന്നുപോയി നീ. ശരിക്കുള്ള കാരണം പറ അമീന. അമീന ശരിക്കുള്ള കാരണം പറ. ശരിക്കും കാരണമൊന്നുമില്ല. ശരിക്കും കാരണം ഞാൻ പറയട്ടെ എങ്കിൽ ഉറക്കെ? വേണ്ട. വേണ്ട. അപ്പൊ കാരണം ഉണ്ടല്ലോ. ശരി, ഞാൻ അതുകൊണ്ടാണ് പെട്ടെന്ന് സ്ക്രോൾ ചെയ്തത്. 400 pi സെന്റിമീറ്റർ ക്യൂബ് പെർ സെന്റിമീറ്റർ കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 10. ക്വസ്റ്റ്യൻ നമ്പർ 10 വായിച്ചേ. Question number 10. A ladder 5 meter long. A ladder 5 meter long is leaning against a wall. A ladder 5 meter long is leaning against a wall. The bottom of the ladder is pulled along the ground away from the wall at the rate of 2 centimeters per second. How fast is its height on the wall decreasing when the foot of the ladder is 4 meters away from the wall? എന്നാ ചെയ്യും? ശരിക്കും വായിച്ചോട്ടോ.
ശരിക്കും വായിച്ചോളുക ക്വസ്റ്റ്യൻ. ഇവിടെ ഒരു സംഭവം തന്നിട്ടില്ല. സർക്കിൾ ആണോ, സ്ഫിയർ ആണോ, ട്രയാങ്കിൾ ആണോ, സ്ക്വയർ ആണോ, എന്നാണോ, ഒരു പിടുത്തമൊന്നുമില്ല കേട്ടോ. ഒരു സംഭവം തന്നിട്ടില്ല, ഇക്വേഷനും ഇല്ല. എന്താന്ന് പറഞ്ഞാൽ നമുക്ക് ഇക്വേഷൻ എടുക്കാമായിരുന്നു. ഇവിടെ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ എന്ത് ചെയ്യും? എ ലാഡർ 5 meter long is leaning against a wall. 5 മീറ്റർ നീളമുള്ള ഒരു ഏണി അല്ലെ. എ ലാഡർ 5 meter long, 5 മീറ്റർ നീളമുള്ള ഒരു ഏണി ഈസ് ലീനിങ് എഗനിസ്റ്റ് എ വാൾ, ഒരു ഭിത്തിയിൽ ചാരി വെച്ചിരിക്കുകയാണ്. 5 മീറ്റർ നീളമുള്ള ഒരു ഏണി ഭിത്തിയിൽ ചാരി വെച്ചിരിക്കുന്നു. അപ്പോൾ അത് എന്തിന്റെ ഷേപ്പ് ആയിട്ട് മാറും? എന്തിന്റെ ഷേപ്പ് ആയിട്ട് മാറും സംഭവം? അല്ലെങ്കിൽ നമുക്ക് ജോമെട്രിക്കലി ഏത് ഫിഗർ വരും? ഏത് വരും ഫൈസേ? റൈറ്റ് ട്രയാങ്കിൾ ആണോ? ആ, റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആവും കേട്ടോ. റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. അതായത് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് 5 മീറ്റർ നീളമുള്ള ഒരു ഏണി, 5 മീറ്റർ നീളമുള്ള ഏണി ഒരു ഭിത്തിയിൽ ചാരി വെച്ചിരിക്കുന്നതാണ് പറഞ്ഞേക്കുന്നത്. ഇത് ഗ്രൗണ്ട്, താഴെ ഗ്രൗണ്ട് വരും. ഗ്രൗണ്ട്, ഇത് വാൾ, ഭിത്തി കേട്ടോ. വാൾ, ഏണിക്ക് 5 മീറ്റർ നീളമുണ്ട്, അതിങ്ങനെ ചാരി വെച്ചിരിക്കുന്നു. 5 മീറ്റർ, 5 മീറ്റർ നീളമുള്ള ഏണി, ഇത് വാളാണ്. താഴെ ഗ്രൗണ്ടും. 5 മീറ്റർ നീളമുള്ള ഒരു ഏണി ഒരു ഭിത്തിയിൽ ചാരി വെച്ചിരിക്കുന്നു. അപ്പൊ ഇതൊരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആകും. റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ. ഞാൻ തൽക്കാലം ട്രയാങ്കിളിന് പേര് കൊടുത്തേക്കാം, ട്രയാങ്കിൾ ഒ എ ബി. ട്രയാങ്കിൾ ഒ എ ബി. കഴിഞ്ഞിട്ട് എഴുതാം, ഞാൻ പറഞ്ഞുതരാം കേട്ടോ. പറഞ്ഞുതരാം, കഴിഞ്ഞിട്ട് എഴുതാം. ക്വസ്റ്റ്യൻ കാണുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കണം. 5 മീറ്റർ നീളമുള്ള ഒരു ഏണി ഒരു ഭിത്തിയിൽ ചാരി വെച്ചിരിക്കുന്നു. ഏണി പടം വരച്ചു. ഭിത്തി ഒ എ ആണ്, ഒ ബി ഗ്രൗണ്ട് ആണ്, എ ബി ലാഡർ ആണ്. എ ബി ലാഡർ. ദെൻ ഇനി എന്താ പറഞ്ഞേക്കണം നോക്കി. ബോട്ടം ഓഫ് ദി ലാഡർ ഈസ് പുൾഡ് എലോങ് ദി ഗ്രൗണ്ട് എവേ ഫ്രം ദി വാൾ അറ്റ് ദ റേറ്റ് ഓഫ് 2 centimeter per second. The bottom of the ladder is pulled along the ground away from the wall at the rate of 2 centimeter per second. എന്താ അതിന്റെ മീനിങ്? എന്താണ് അതിന്റെ മീനിങ്? എന്താ ആദിൽ മുഹമ്മദേ? ലാഡർ ഗ്രൗണ്ടിലേക്ക് തള്ളി. ലാഡർ ഗ്രൗണ്ടിലേക്ക് തള്ളിയിട്ടു. തള്ളിയിട്ടുന്നോ? അല്ല, വാളിന് എഗെയിൻസ്റ്റ് ആയിട്ട്. മനസ്സിലാവണല്ലോടാ. അതിന്റെ മീനിങ് എന്താണ്? എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ മതി. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ മതി. dr by dt. ആരെന്താ? അല്ല, dx by dt. dx by dt. ശരി, dx by dt. എത്ര dx by dt? 2 centimeter per second. അപ്പൊ x എന്താ? dx by dt എന്ന് എടുക്കാം. നീ പറഞ്ഞാൽ സമ്മതിച്ചു. x എന്താന്ന് പറഞ്ഞപ്പോ x എന്താണ്? വാളും ലാഡറും തമ്മിലുള്ള ദൂരമാണ്. വാളും ലാഡറും തമ്മിലുള്ള ദൂരം എന്ന് പറഞ്ഞാൽ എവിടത്തെ ദൂരം? വാളും ലാഡറും തമ്മിൽ നമുക്ക് അതിനകത്ത് പല ദൂരം എടുക്കാൻ പറ്റുമല്ലോ. ലാഡറിന്റെ എവിടെ നിന്ന് വേണമെങ്കിലും വാളിലേക്ക് നോക്കി ദൂരം എടുക്കാൻ പറ്റും. അപ്പൊ എവിടത്തെയാന്ന് കൃത്യമായിട്ട് പറയണം. ബോട്ടം. ശരി. അതായത് ഈ ബോട്ടത്തിന്റെ കേട്ടോ, ഇതിന് ഞാൻ എക്സ് എന്ന് പേര് കൊടുക്കുന്നു. ഈ ഒ ബിക്ക് ഫിഗർ കണക്കിന് ഉള്ളോന്ന് എഴുതണല്ല. ഒ ബി ഈക്വൽ ടു എക്സ് എന്ന് പേര് കൊടുത്തു. ഒ ബി ഈക്വൽ ടു എക്സും ഈ ഒ എക്ക് വൈ എന്നും പേര് കൊടുത്തു കേട്ടോ. ഒ എ ഈക്വൽ ടു വൈ. രണ്ടും വേരിയബിളാ, ഫിക്സഡ് അല്ല. ഒ ബിക്ക് എക്സ് എന്നും ഒ എക്ക് വൈ എന്നും പേര് കൊടുത്തു. കാരണം നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ ലാഡറിന്റെ ബോട്ടം എന്ന് പറഞ്ഞാൽ ബി കേട്ടോ. ഈ ലാഡറിന്റെ ബോട്ടം എന്ന് പറഞ്ഞാൽ ബി അല്ലേ? ഈ ബി വരും. ഈ ബി ഇങ്ങോട്ട് നീക്കുമെന്നാണ് പറഞ്ഞേക്കണത്.
ഈ ലാഡറിന്റെ ബോട്ടം പോർഷൻ, ലാഡറിന്റെ അടിഭാഗം വലിക്കുന്നു. പറഞ്ഞു മനസ്സിലായോ? ലാഡറിന്റെ അടിഭാഗം ഭിത്തിയിൽ നിന്നും, ആ വാളിൽ നിന്നും ഓപ്പോസിറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഭിത്തിയിൽ നിന്നും ദൂരത്തേക്ക് നീക്കുന്നു എന്നാ പറഞ്ഞേക്കണത്. അങ്ങനെയല്ലേ പറഞ്ഞേക്കണത് സെന്റൻസ്? ലാഡറിന്റെ അടിഭാഗം ഭിത്തിയിൽ നിന്നും ദൂരത്തേക്ക് നീക്കുന്നു. അപ്പൊ ഞാൻ അവിടെ ആരോ മാർക്ക് കൊടുത്തേക്കണ രീതിയിൽ നീക്കും. അതിന്റെ അത് മൂവ് ചെയ്യിക്കുന്ന സ്പീഡ് തന്നിട്ടുണ്ട് 2 സെന്റിമീറ്റർ പെർ സെക്കൻഡ്. 2 സെന്റിമീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ ഇവിടെ എക്സ് ആണെങ്കിൽ കേട്ടോ, അത് എക്സ് എന്ന് നമ്മൾ അസ്യൂം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗിവൺ dx/dt. dx/dt ഈക്വൽ ടു 2 സെന്റിമീറ്റർ പെർ സെക്കൻഡ്. അത് എക്സ് ആണെന്ന് എടുത്തു കഴിഞ്ഞാൽ dx/dt 2 സെന്റിമീറ്റർ പെർ സെക്കൻഡ് ആണ് തന്നിട്ടുണ്ട്. നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? ഹൗ ഫാസ്റ്റ് ഈസ് ദി ഹൈറ്റ് ഓൺ ദ വാൾ ഡിക്രീസിങ്. ഇങ്ങനെ ഈ ലാഡറിന്റെ അടിഭാഗം ഞാൻ ആരോ മാർക്ക് കൊടുത്തേക്കുന്ന ഡയറക്ഷനിൽ ഭിത്തിയിൽ നിന്ന് ഓപ്പോസിറ്റ് ആയിട്ട് നീക്കുമ്പോൾ ഈ ലാഡറിന്റെ മോൾ ഭാഗത്തിന് എന്ത് മാറ്റം സംഭവിക്കും? ലാഡറിന്റെ അടിഭാഗം നീക്കുമ്പോൾ മോൾ ഭാഗത്തിന് എന്ത് മാറ്റം സംഭവിക്കും? എന്ത് സംഭവിക്കും അൻവറേ? മേൽഭാഗം താഴത്തേക്ക് വരും. മേൽഭാഗം അല്ലെ, ഹൈറ്റ് കുറഞ്ഞു വരും. മേൽഭാഗം, ഇവിടുത്തെ മേൽഭാഗം താഴത്തേക്ക് വരും, താഴത്തേക്ക് മൂവ് ചെയ്യും. ശരിയല്ലോ? അടിഭാഗം നീക്കുമ്പോൾ മേൽഭാഗം താഴത്തേക്ക് വരും, അതായത് y. അപ്പോൾ ഈ വൈക്ക് ഉണ്ടാകുന്ന ചേഞ്ച് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. ഹൈറ്റിനുണ്ടാകുന്ന ചേഞ്ച് ആണ് കണ്ടുപിടിക്കേണ്ടത്. ആ ഹൈറ്റിനുണ്ടാകുന്ന ചേഞ്ച് കൂടുമായിരിക്കോ കുറയുമായിരിക്കോ? ഏതായിരിക്കും അൻവറെ? ഹൈറ്റിന് എന്ത് മാറ്റം സംഭവിക്കും? കൂടുവോ കുറയോ? ഹൈറ്റ് കുറയും കേട്ടോ, ഹൈറ്റ് കുറയും. ആ ഹൈറ്റിനുണ്ടാകുന്ന ചേഞ്ച് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യാനായിട്ട് ഇക്വേഷൻ ഒന്നും അറിയാൻ പാടില്ല പിള്ളേരെ. ഇത്ര നേരം ചെയ്തതിനകത്ത് നമുക്ക് വോളിയെന്നോ പെരിമീറ്റർ എന്നോ സർക്കംഫറൻസ് എന്നോ എന്തെങ്കിലുമൊക്കെ സാധനം അറിയാമായിരുന്നു. ഇവിടെ നമുക്ക് ചെയ്തു പോകാനായിട്ടേ, മുന്നോട്ട് ചെയ്യാനായിട്ട് ഒരു ഇക്വേഷൻ ഇല്ലല്ലോ. എക്സ് കൂടുമ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എക്സ് കൂടുമ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വൈ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അത് എങ്ങനെ ചെയ്യാം? ഇവിടെ എന്താ ഒരു ഇക്വേഷൻ? എന്ത് ചെയ്യാൻ ജസിയ? പൈതഗോറസ് തിയറം ആണോ? പൈതഗോറസ് തിയറം എടുക്കണം. ഇത് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ അല്ലേ? ഇവിടെ പ്രത്യേകിച്ച് ഇക്വേഷൻ ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആയതുകൊണ്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം? പൈതഗോറസ് തിയറം ഉപയോഗിക്കാൻ പറ്റും. പൈതഗോറസ് തിയറം ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യേണ്ടി വരും. ഇവിടെ നിന്ന് ഒന്ന് പറഞ്ഞേ, പൈതഗോറസ് തിയറം അനുസരിച്ച് ഫ്രം ട്രയാംഗിൾ OAB, ട്രയാംഗിൾ OAB വേണ്ട AOB എന്ന് കൊടുക്കാം, കാരണം 90 ഡിഗ്രി ഉള്ളതാണ് നമ്മൾ നടുക്ക് പറയുന്നത്. ബൈ പൈതഗോറസ് തിയറം എന്ത് വരും? പൈതഗോറസ് തിയറം എന്താ സാലിം പൈതഗോറസ് തിയറം? AB square is equal to hypotenuse square is equal to square plus base square. അപ്പൊ നീ ഒന്ന് പറഞ്ഞ, ഇവിടെ നമ്മൾ എല്ലാ സൈഡിനും ലെങ്ത് അറിയാലോ. AB square is equal to അതെത്രയാ? 5 meter. 5 മീറ്റർ. അപ്പൊ അതിന്റെ സ്ക്വയർ എടുക്കുമ്പോ എത്ര വരും? 25 ഈക്വൽ ടു x square plus y square. x square plus y square ഈക്വൽ ടു 25. ഇതാണ് ഇവിടുത്തെ ഇക്വേഷൻ. x square plus y square ഈക്വൽ ടു 25. നമ്മൾ പൈതഗോറസ് തിയറമാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. ഏണിയുടെ താഴ്ഭാഗം നീക്കുമ്പോൾ ഹൈറ്റിനുണ്ടാകുന്ന ചേഞ്ച് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ പൈതഗോറസ് തിയറം. ഇവിടെ വേറെ ഇക്വേഷൻ ഒന്നും തന്നിട്ടില്ല കേട്ടോ, ഇക്വേഷൻ ഒന്നും തന്നിട്ടില്ല. അപ്പൊ നമ്മൾ ട്രയാംഗിൾ വരച്ചു, റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണെന്ന് മനസ്സിലാക്കി പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യുന്നു. x square plus y square ഈക്വൽ ടു 25. ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഡിഫറൻഷിയേറ്റിംഗ് ബോത്ത് സൈഡ്സ് വിത്ത് റെസ്പെക്ട് ടു t. ഡിഫറൻഷിയേറ്റിംഗ് ബോത്ത് സൈഡ്സ് വിത്ത് റെസ്പെക്ട് ടു t. പറഞ്ഞതിന്റെ ഡെറിവേറ്റീവ് ആൽഡ്രനെ? 2x. ഒരു സ്റ്റെപ്പ് എഴുതിയേക്കാം. d/dt of x square plus d/dt of y square equal to d/dt of 25. എന്താന്ന് പറഞ്ഞു? 2x
2x plus 2y. തീർന്ന അതിനോട് വിത്ത് റെസ്പെക്ട് എക്സ് അല്ലല്ലോടാ ചെയ്യണേ. ആ. ഇനി ഇതെങ്ങനെയാന്ന് നിങ്ങൾ തെറ്റിക്കണേ? ഇനി dx by നിങ്ങൾ dt. തെറ്റിക്കണമെങ്കിൽ നിങ്ങളെ കൊണ്ട് സമ്മതിക്കണം കേട്ടോ. ഇവിടെ വിത്ത് റെസ്പെക്ട് എക്സ് അല്ലല്ലോ, വിത്ത് റെസ്പെക്ട് ടി അല്ലേ. അപ്പൊ എന്ത് വരും? dx by dt. ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി. 2x ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി plus ആം 2y ആം into dy by dt 2y ഇൻറ്റു ഡി വൈ ബൈ ഡി ടി ഈക്വൽ ടു 0. 0. ഈ 2 കൊണ്ട് മൊത്തം അങ്ങ് ഡിവൈഡ് ചെയ്ത് കളഞ്ഞാലോ? കുഴപ്പമൊന്നുമില്ലല്ലോ. എടാ ഒരു 2 കൊണ്ട് ഈ മൊത്തം ഇക്വേഷൻ അങ്ങ് ഡിവൈഡ് ചെയ്ത് കളഞ്ഞാലും പ്രശ്നമൊന്നുമില്ലല്ലോ. ഒന്ന് എക്സ് ഡി എക്സ് ബൈ ഡി ടി പ്ലസ് വൈ ഡി വൈ ബൈ ഡി ടി ഈക്വൽ ടു 0/2 0. ഇനി നമുക്ക് ഓരോന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്താ പറഞ്ഞേക്കണത്? എന്താ കണ്ടുപിടിക്കണം? നമുക്ക് വേണ്ടത് ഡി വൈ ബൈ ഡി ടി ആണ് കേട്ടോ. ഡി വൈ ബൈ ഡി ടി കണ്ടുപിടിക്കണം. ഡി വൈ ബൈ ഡി ടി കണ്ടുപിടിക്കണം എപ്പോഴാ? ഹൗ ഫാസ്റ്റ് ഈസ് ദ ഹൈറ്റ് ഓഫ് ദ വാൾ ഡിക്രീസിങ്. ഹൈറ്റ് ഡിക്രീസ് ചെയ്യുന്ന റേറ്റ് കണ്ടുപിടിക്കണം. ഡി വൈ ബൈ ഡി ടി വെൻ ഫുട്ട് ഓഫ് ദ ലാഡർ ഈസ് 4 മീറ്റർ എവേ ഫ്രം ദി വാൾ. ഫുട്ട് ഓഫ് ദ ലാഡർ ഈസ് 4 മീറ്റർ എവേ ഫ്രം ദി വാൾ. ഞാൻ ആ പടം താഴെ ഒന്നുകൂടെയും വരയ്ക്കാം കേട്ടോ. ഇവിടെ ഒന്നുകൂടെയും വരയ്ക്കുന്നു. റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിൾ ഒ എ ബി. കഴിഞ്ഞിട്ട് എഴുതാം കേട്ടോ. എഴുതാനായിട്ട് ധൃതി പിടിക്കേണ്ട, ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ട് എഴുതാം. പറഞ്ഞു നോക്കളെ. നമുക്കിനി ഇക്വേഷനകത്ത് ഡി വൈ ബൈ ഡി ടി കണ്ടുപിടിച്ചാൽ മതി അല്ലെ. ഡി വൈ ബൈ ഡി ടി ആണ് ഹൈറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഹൈറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഡി വൈ ബൈ ഡി ടി ആണ്. ഡി വൈ ബൈ ഡി ടി കണ്ടുപിടിക്കണം. ഹൗ ഫാസ്റ്റ് ഈസ് ദ ഹൈറ്റ് ഓഫ് ദ വാൾ ഡിക്രീസിങ്. ഹൈറ്റ് ഡിക്രീസ് ചെയ്യുന്ന സ്പീഡ് കണ്ടുപിടിക്കണം. ഡി വൈ ബൈ ഡി ടി കാണണം. എപ്പോൾ? ഫുട്ട് ഓഫ് ദ ലാഡർ ഈസ് 4 മീറ്റർ എവേ ഫ്രം ദി വാൾ. ഫുട്ട് ഓഫ് ദ ലാഡർ, ഫുട്ട് ഓഫ് ദ ലാഡർ എന്ന് പറഞ്ഞാൽ ഇത് കേട്ടോ. ഫുട്ട് ഓഫ് ദ ലാഡർ ഈസ് 4 മീറ്റർ എവേ ഫ്രം ദി വാൾ. ഇത് 4 മീറ്റർ. ഹൈറ്റ് ഓഫ് ദ ലാഡർ 5 മീറ്റർ. അങ്ങനെയാണെങ്കിൽ ഇത് എത്രയായിരിക്കും? ഒ എ എത്രയായിരിക്കും? അതായത് ഇവിടെ എക്സ് ഈക്വൽ ടു 4 മീറ്റർ. എക്സ് 4 മീറ്റർ ആകുമ്പോൾ ഈ വൈ എത്രയായിരിക്കും? എത്ര കിട്ടുമെന്ന്? എത്ര കിട്ടും സുഹൈലെ? എത്ര? 3 സ്ക്വയർ. 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഒ എ സ്ക്വയർ ആടാ. വൈ ഈക്വൽ ടു 3 എന്ന് വരും കേട്ടോ. ബ്യൂട്ടി അത് നമ്മൾ കണ്ടുപിടിക്കേണ്ടോ. അതായത് എക്സ് ഈക്വൽ ടു 4 ആകുമ്പോൾ, എക്സ് ഈക്വൽ ടു 4 ആകുമ്പോഴത്തെ കാര്യമാണ് നമ്മളോട് ചോദിച്ചേക്കണത്. എക്സ് 4 ആകുമ്പോൾ ഹൈറ്റിനുണ്ടാകുന്ന ഡിക്രീസ് എത്രയാണെന്നാണ് നമ്മൾ ചോദിച്ചേക്കണത്. എക്സ് 4 ആകുമ്പോൾ വൈ 3 ആകും. വെൻ എക്സ് ഈക്വൽ ടു 4 വൈ ഈക്വൽ ടു 3 ആണ് കേട്ടോ. അത് നമ്മൾ ഇവിടുന്ന് കണ്ടുപിടിക്കണം. നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പറഞ്ഞ മക്കളെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. ഡി വൈ ബൈ ഡി ടി ആണ് വേണ്ടത്. എക്സിന് എത്ര കൊടുക്കാം? പറഞ്ഞു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പറഞ്ഞു തന്നെ. എക്സിന് എത്ര കൊടുക്കാം? എത്രയാ ആഷിഖ് നാസറേ? 4 അല്ല. 4 അല്ല. ഒരു ചെറിയ അഡ്ജസ്റ്റ്മെന്റോടെ ചെയ്യാനുണ്ട്. ക്വസ്റ്റ്യൻ സൂക്ഷിച്ചു വായിച്ചാൽ ചിലപ്പോൾ കിട്ടും. 400 ആണോ? 400. കാരണം ആദ്യം നമുക്ക് തന്നേക്കുന്ന സെന്റിമീറ്ററിലല്ലേ. ഏറ്റവും ആദ്യം നമ്മൾ എഴുതി വെച്ചേക്കണത് എന്താണ്? ഇവിടെ ഡി എക്സ് ബൈ ഡി ടി കണ്ടോ. നിങ്ങൾ ഫസ്റ്റ് എഴുതിയേക്കണത്, നിങ്ങളുടെ ബുക്കിൽ ഫസ്റ്റ് എഴുതിണ്ട് ഡി എക്സ് ബൈ ഡി ടി ഈക്വൽ ടു 2 സെന്റിമീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ എല്ലാ യൂണിറ്റും ഒരുപോലെ കിടക്കണം കേട്ടോ. ഒരു പ്രോബ്ലത്തിനകത്ത് എല്ലാ യൂണിറ്റും ഒരുപോലെ ആയിരിക്കണം. കുറച്ചെടുത്ത് സെന്റിമീറ്ററും കുറച്ചെടുത്ത് മീറ്ററും പറ്റില്ല. ആദ്യം തന്നിരിക്കുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് സെന്റിമീറ്ററിലാണ്. റേറ്റ് ഓഫ് ചേഞ്ച് സെന്റിമീറ്ററിലായതുകൊണ്ട് ഇവിടെയും നമുക്ക് ആ സൈഡുകളെയും സെന്റിമീറ്ററിലേക്ക് നമ്മൾ മാറ്റണം. 4 മീറ്റർ എന്ന് പറഞ്ഞിരിക്കുന്നത് 400 സെന്റിമീറ്റർ എന്നാക്കും. 400. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ബുക്കിന്റെ സൈഡിൽ കൂടെ കുറിച്ച് വെച്ചോളണം കേട്ടോ. എനിക്കിത് ഇങ്ങനെയൊന്നും എഴുതി തരാൻ പറ്റില്ല. പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കുറിച്ച് വെച്ചോളണം. പിന്നീട് നോക്കുമ്പോൾ മനസ്സിലാകാൻ വേണ്ടിയിട്ട് വേണ്ട കാര്യങ്ങൾ ചെയ്തോളണം. എക്സ് ഈക്വൽ ടു 4 മീറ്റർ. 4 മീറ്റർ എന്ന് പറഞ്ഞാൽ 400 സെന്റിമീറ്റർ ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി. ഡി എക്സ് ബൈ ഡി ടി എത്രയാ തന്നേക്കണത്? 2 സെന്റിമീറ്റർ പെർ സെക്കൻഡ് അല്ലെ. 2
പ്ലസ് y ഇവിടെ എത്രയാണ് 3 എന്ന് പറഞ്ഞാൽ 300 ഇൻറ്റു dy/dt ഈക്വൽ ടു 0. എക്സ് 4 മീറ്റർ അല്ലെങ്കിൽ 400 സെന്റിമീറ്റർ. dx/dt 2 സെന്റിമീറ്റർ ആണ്. മൊത്തം സെന്റിമീറ്ററിലേക്ക് മാറ്റി. y എക്സ് 4 ആകുമ്പോൾ y 3 ആണ്, അതായത് y 300 സെന്റിമീറ്റർ ആണ് ഇൻറ്റു dy/dt. ഇതിനകത്ത് dy/dt കിട്ടിയാൽ മതി. ഇതിനകത്ത് എന്ത് കിട്ടും? 300 dy/dt ഈക്വൽ ടു മൈനസ് 800 dy/dt ഈക്വൽ ടു മൈനസ് 800 ബൈ 300 ഈക്വൽ ടു മൈനസ് 8/3 സെന്റിമീറ്റർ പെർ സെക്കൻഡ്. മൈനസ് 8/3 സെന്റിമീറ്റർ പെർ സെക്കൻഡ്. നെഗറ്റീവ് വന്നുണ്ടോ? നെഗറ്റീവ് വന്നാൽ എന്താണ് അർത്ഥം? എന്താ അൻവറെ നെഗറ്റീവ് വന്നാൽ മീനിങ്? ഡിക്രീസിങ്. നമുക്കറിയാലോ, കൃത്യമായിട്ട് നമുക്കറിയാലോ, അങ്ങോട്ട് നീക്കുന്തോറും ആ ചോട് ഭാഗം അല്ലെങ്കിൽ അടിഭാഗം ദൂരത്തേക്ക് നീക്കുന്തോറും ഹൈറ്റ് കുറയുകയോ ചെയ്യുമെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പൊ അതുപോലെ തന്നെ കിട്ടിയേക്കണുണ്ടോ? നെഗറ്റീവായിട്ട് കിട്ടിയേക്കണുണ്ടോ? അപ്പൊ താഴെ എഴുതി വെച്ചേരെ, ഹൈറ്റ് ഈസ് ഡിക്രീസിങ് അറ്റ് ദ റേറ്റ് ഓഫ്, ഒരു സെന്റൻസ് എഴുതി വെച്ചേരെ, ഹൈറ്റ് ഈസ് ഡിക്രീസിങ് അറ്റ് ദ റേറ്റ് ഓഫ് 8/3 സെന്റിമീറ്റർ പെർ സെക്കൻഡ്. പിന്നെ നെഗറ്റീവ് കൊടുക്കരുത് കേട്ടോ. ഡിക്രീസിംഗ് എന്ന് പറഞ്ഞിട്ട് പിന്നെ നെഗറ്റീവ് കൊടുക്കരുത്. ഹൈറ്റ് ഈസ് ഡിക്രീസിംഗ് അറ്റ് ദ റേറ്റ് ഓഫ് 8/3 സെന്റിമീറ്റർ പെർ സെക്കൻഡ്. ഹൈറ്റ് ഈസ് ഡിക്രീസിംഗ് അറ്റ് ദ റേറ്റ് ഓഫ് 8/3 സെന്റിമീറ്റർ പെർ സെക്കൻഡ്. ഹൈറ്റ് ഈസ് ഡിക്രീസിംഗ് അറ്റ് ദ റേറ്റ് ഓഫ് 8/3 സെന്റിമീറ്റർ പെർ സെക്കൻഡ്. എന്തെങ്കിലും സംശയം ചോദിക്കാണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. അത്ര എളുപ്പമൊന്നുമല്ല. കാര്യങ്ങൾ മനസ്സിലാക്കി ഇച്ചിരി സമയമെടുത്ത് മനസ്സിലാക്കി ചെയ്തു പഠിക്കണം. എന്തൊക്കെയാണ് തന്നേക്കണത്, എങ്ങനെ കണ്ടുപിടിക്കാം. ഇവിടെയാണെങ്കിൽ ഇക്വേഷൻ പോലും ഇല്ല. അപ്പൊ അതിന്റെ ഫിഗറൊക്കെ ഒന്ന് വരച്ചു നോക്കി. ഫിഗർ വരച്ചു നോക്കി. ഇപ്പൊ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണെന്ന് മനസ്സിലാക്കി. അപ്പൊ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണെങ്കിൽ പൈതഗോറസ് തിയറം എടുക്കാം. അതങ്ങനെ എടുത്തു. രണ്ടും ഒരു യൂണിറ്റിലല്ല തന്നേക്കേണ്ടത്. ഒരു യൂണിറ്റ് വേണമെന്ന് മനസ്സിലാക്കുക, യൂണിറ്റിലേക്ക് മാറ്റുക, കണ്ടുപിടിക്കുക. കുറച്ച് കാര്യങ്ങളുണ്ട് മനസ്സിലാക്കി ചെയ്യാനായിട്ട്. എന്തെങ്കിലും ചോദിക്കാണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, ഇല്ലെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ വായിക്കാം കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 11. ക്വസ്റ്റ്യൻ നമ്പർ 11. A particle moves along the curve 6y equal to x cube plus 2. ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. 6y equal to x cube plus 2. ഈ കർവിലൂടെയാണ് ഒരു പാർട്ടിക്കിൾ പോണെന്ന് കേട്ടോ. ഒരു കർവിന്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. 6y equal to x cube plus 2. ഈ കർവിലൂടെ ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നു. ഫൈൻഡ് പോയിന്റ്സ് ഓൺ ദി കർവ്. ഈ കർവിലുള്ള പോയിന്റ്സ് കണ്ടുപിടിക്കണം. കർവിലുള്ള പോയിന്റ്സ് ആണ് വേണ്ടത്. അറ്റ് വിച്ച് y coordinate is changing 8 times as fast as x coordinate. At which y coordinate is changing 8 times as fast as x coordinate. എങ്ങനെ ചെയ്യാം? പറഞ്ഞു നീ എന്തൊക്കെയാണ് നീ തന്നേക്കണെന്ന്. കർവിന്റെ ഇക്വേഷൻ ഞാൻ എഴുതിയിട്ടുണ്ട്. 6y equal to x cube plus 2. അതാണ് കർവിന്റെ ഇക്വേഷൻ. ഇനി അടുത്തായിട്ട് എന്താ തന്നേക്കണത്? വേറെ എന്താ തന്നേക്കണത്? എന്താ ആദിൽ നസിഹേ?
വൈ കോർഡിനേറ്റ് എക്സ് കോർഡിനേറ്റിനെ വെച്ച് നോക്കുമ്പോൾ 8 ഇരട്ടി സ്പീഡിലാണ് പോകുന്നത്. അത് നമുക്ക് എങ്ങനെ എഴുതാം? സിംബോളിക് ആയിട്ട് അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ ടേമിൽ എങ്ങനെ എഴുതാം? എന്ത് കിട്ടിയാലും മാത്തമാറ്റിക്സിന്റെ ഇത് കണക്ട് ചെയ്യണം കേട്ടോ, എന്നാലേ നമുക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ. 8 into dy/dt equal to dx/dt. 8 into dy/dt equal to, നോക്കട്ടെ, y coordinate is changing. Y coordinate is changing 8 times as fast as x coordinate. പറഞ്ഞവനെ അപ്പൊ dy/, എന്താ പറഞ്ഞത്? 8 into dy/dt equal to 8 into dy/dt equal to dx/dt. 8 into dy/dt equal to dx/dt. 8 into dy/dt equal to dx/dt. ആണോ? സെന്റൻസ് ഒന്നുകൂടെ വായിച്ചേ. Y coordinate is changing 8 times as fast as x coordinate. Y coordinate is changing 8 times as fast as x coordinate. X coordinate ചേഞ്ചിനേക്കാളും 8 times വേഗത്തിൽ y coordinate ചേഞ്ച് ചെയ്യുന്നല്ലേ തന്നേക്കണത്? അപ്പൊ മറ്റേ 8 into dx/dt. മാറിപ്പോയി, കൊടുത്തത് മാറിപ്പോയി. ശരിയല്ലേ? നിങ്ങൾക്ക് മനസ്സിലായോ മക്കളെ? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അപ്പൊ ചോദിച്ചോളൂ കേട്ടോ. തന്നേക്കണ എന്താണ്? y coordinate is changing. y coordinate ഉണ്ടാകുന്ന ചേഞ്ച് അപ്പൊ dy/dt ഈസ് 8 times as fast as x coordinate. x coordinate ഉണ്ടാകുന്ന ചേഞ്ചിനേക്കാളും 8 times ആണെന്ന്. അപ്പൊ dy/dt ഈക്വൽ ടു, അതാണ് തന്നേക്കണം കേട്ടോ. ഗിവൺ dy, ഞാൻ 8 ഇവിടെ കളയാം കേട്ടോ. ഗിവൺ dy/dt ഈക്വൽ ടു 8 times dx/dt എന്നാണ് തന്നേക്കുന്നത്. dy/dt ഈക്വൽ ടു 8 times dx/dt നമുക്ക് തന്നിട്ടുണ്ട്. ശരി, ഞാനൊരു കാര്യം ചെയ്യുന്നു. ഈ തന്നിരിക്കുന്ന ഇക്വേഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോകാൻ കേട്ടോ. ഈ തന്നിരിക്കുന്ന ഇക്വേഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. ഇനി ഇക്വേഷൻ 1 വല്ലതും കൊടുക്കാം. നമുക്ക് അതാണ് തന്നേക്കണത്. പിന്നെ ഒരു കണ്ടീഷൻ ഉണ്ട്, ഡിഫറൻഷിയേറ്റിംഗ് 1 വിത്ത് റെസ്പെക്ട് ടു ടി. ഇവിടെ ടി ഉള്ളതുകൊണ്ട് വിത്ത് റെസ്പെക്ട് ടു ടി ചെയ്യാം. ഡിഫറൻഷിയേറ്റിംഗ് 1 വിത്ത് റെസ്പെക്ട് ടു ടി എന്ത് വരും? പറഞ്ഞ ബേസിലെ 1നെ വിത്ത് റെസ്പെക്ട് ടു ടി ചെയ്താല് പറഞ്ഞോടാ. dy of 6y. അത് എത്രയത്? 6 കോൺസ്റ്റന്റ് അല്ലേ? 6 into dt equal to d/dt of x cube. അതെത്രയാ? 3x square plus x square എന്നല്ലോ, വിത്ത് റെസ്പെക്ട് ടു ടി അല്ലേടാ? dx/dt. 3x square into dx/dt plus derivative of 2 0. 6 into dy/dt തന്നേക്കുന്ന കർവിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തു. 6 into dy/dt ഈക്വൽ ടു 3x square into dx/dt. ശരി, നമുക്ക് തന്നേക്കണത് ഈ dy/dt എന്ന് പറഞ്ഞാൽ 8 into dx/dt എന്നാ. അപ്പൊ ഈ dy/dtക്ക് ഓരോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു കേട്ടോ. 6 into ഈ dy/dtക്ക് പകരം 8 into dx/dt. 8 into dx/dt equal to 3x square into dx/dt. ഇവിടെ 48 dx/dt equal to 3x square dx/dt. ഇനി നമുക്ക് എന്ത് എഴുതാം? രണ്ടിടത്തും dx/dt അങ്ങ് വെട്ടിപ്പോക്കോളും. dx/dt രണ്ടിടത്തും വെട്ടിപ്പോയിട്ട് 3x square equal to 48, അല്ലെങ്കിൽ ഈ 48ഉം 3ഉം വെട്ടിക്കളയാം കേട്ടോ. അടുത്ത സ്റ്റെപ്പ് ചെയ്യാം. 48 equal to 3x square. 48ഉം 3ഉം വെട്ടിക്കളഞ്ഞാൽ 16 equal to x square.
എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 4 എന്ന് കിട്ടും. എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 4. എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 4. തന്നേക്കുന്ന കേർവിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തു. ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട്, ആ കണ്ടീഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, എക്സ് കിട്ടി. നമുക്കവിടെ ചോദിച്ചിരിക്കുന്നത് ആ കേർവിലുള്ള പോയിന്റ്സ് കണ്ടുപിടിക്കാനാണ് കേട്ടോ. ആ കേർവിൽ ഉള്ള പോയിന്റ്സ് കണ്ടുപിടിക്കണം, അതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ആ കേർവിലുള്ള പോയിന്റ്സ് കണ്ടുപിടിക്കാൻ നമ്മൾ എക്സ് കിട്ടി. പോയിന്റ്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ വൈയോടെയും വേണ്ടേ? ഇനി ആ വൈ എവിടെ നിന്ന് കണ്ടുപിടിക്കാം? കേർവിലുള്ള പോയിന്റ്സ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കണത്. എക്സ് കിട്ടി, വൈ എവിടെ നിന്ന് കിട്ടും? എവിടെ നിന്ന് കിട്ടും ഹാഫിസെ? വൈ കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം? ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടും. ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ശരി, ഇക്വേഷൻ 1 എന്തായിരുന്നു? 6y ഈക്വൽ ടു എക്സ് ക്യൂബ് പ്ലസ് 2. ഇക്വേഷൻ 1 കൊടുത്താൽ മതി. പുട്ട് x equal to 4 in equation 1. x equal to 4 equation 1 കൊടുക്കുമ്പോൾ equation 1 6y equal to x cube 64 plus 2. 6y equal to 66. y equal to 11 എന്ന് വരും. Put x equal to minus 4 in equation 1. 6y equal to minus 4 into cube minus 64 plus 2. അപ്പോൾ 6y equal to minus 62. y equal to minus 31 by 3. Therefore, നമ്മളോട് ചോദിച്ചങ്ങനെ അതിനകത്തുള്ള പോയിന്റ്സ് ആണ് കേട്ടോ, റിക്വേർഡ് പോയിന്റ്സ്. റിക്വേർഡ് പോയിന്റ്സ് എക്സ് 4 ആയപ്പോൾ y 11, 4 11. എക്സ് 4 ആകുമ്പോൾ y 11. അടുത്ത എക്സ് മൈനസ് 4 ആയപ്പോൾ y മൈനസ് 31 by 3. 4 11 ആൻഡ് മൈനസ് 4 മൈനസ് 31 by 3. അതാണ് റിക്വേർഡ് പോയിന്റ്സ്. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തോളൂ കേട്ടോ. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ചോദിച്ചോളണം, ഇല്ലെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ എടുത്ത് വെച്ച് ചെയ്തോളണം. അടുത്ത എളുപ്പമാണ്. റേഡിയസ് ഓഫ് ആൻ എയർ ബബിൾ. Radius of an air bubble. Question number 12. Increasing at the rate of 1/2 centimeter per second. അപ്പോൾ dr by dt കേട്ടോ. Radius of an air bubble. Radius of an air bubble increasing at the rate of 1/2 centimeter per second. Radius increasing at the rate of 1/2 centimeter per second. dr by dt equal to 1/2 centimeter per second. At what rate is the volume increasing? വോളിയം ഇൻക്രീസ് ചെയ്യേണ്ട റേറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. വോളിയത്തിന്റെ ഫോർമുല എന്താ? വോളിയത്തിന്റെ ഫോർമുല എയർ ബബിൾ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഷേപ്പ്? അമ്മാനെ എയർ ബബിൾ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഷേപ്പ്? സ്പിയർ. എന്താ സ്പിയറിന്റെ വോളിയം? 4/3 pi r cube. ഗുഡ്. 4/3 pi r cube. 4/3 pi r cube. വോളിയം ഈക്വൽ ടു 4/3 pi r cube.
അറ്റ് വാട്ട് റേറ്റ് ഈസ് ദ വോളിയം ഇൻക്രീസിങ്? വോളിയം ഇൻക്രീസ് ചെയ്യുന്ന റേറ്റ് ആണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ dv by dt കാണണം. dv by dt ഈക്വൽ ടു d by dt ഓഫ് 4/3 pi r cube. 4/3 pi constant, derivative of r cube 3r square into dr by dt. dr by dt ഹാഫ് എന്ന് തന്നിട്ടുണ്ട് കേട്ടോ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 3 3 വെട്ടിപ്പോവും. 4 pi r square into half ഈക്വൽ ടു 2 pi r square. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? അറ്റ് വാട്ട് റേറ്റ് ഈസ് ദ വോളിയം ഓഫ് ദ ബബിൾ ഈസ് ഇൻക്രീസിംഗ് വെൻ ദ റേഡിയസ് ഈസ് 1 സെന്റിമീറ്റർ. റേഡിയസ് 1 സെന്റിമീറ്റർ ആകുമ്പോൾ, അതായത് dv by dt വെൻ റേഡിയസ് ഈക്വൽ ടു 1. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോളിയം വെൻ റേഡിയസ് ഈക്വൽ ടു 1 ആണ് ചോദിച്ചേക്കുന്നത്. ദാറ്റ് ഈസ് 2 pi into 1 square ഈക്വൽ ടു 2 pi. യൂണിറ്റ് എന്ത് വരും? എന്തായിരിക്കും എന്റെ യൂണിറ്റ് നിഹാലെ? നിഹാല എന്റെ യൂണിറ്റ് എന്താണ്? സെന്റിമീറ്റർ ആ പെർ സെക്കൻഡ്. വോളിയത്തിന്റെ യൂണിറ്റ് സെന്റിമീറ്റർ ആണോടാ? വോളിയത്തിന്റെ അറിയില്ല. വോളിയത്തിന്റെ യൂണിറ്റ് മറച്ചു നോക്കണോ അല്ലേ? ഇത്ര നേരം കേട്ടിട്ട് ഇതൊക്കെ വീണ്ടും മറച്ചു നോക്കണോ അല്ലേടാ? അറിയില്ല സാർ. വോളിയത്തിന്റെ യൂണിറ്റോ? എന്താ സുഹൈലെ വോളിയത്തിന്റെ യൂണിറ്റ്? സെന്റിമീറ്റർ ക്യൂബ്. എടാ നിന്റെ ഹെഡ്സെറ്റ് ഒന്നും ഇല്ലടാ? ആ നീ ഒന്നും പറഞ്ഞൊന്നും കേൾക്കാൻ പാടില്ല. എന്ത് ബുദ്ധിമുട്ടാ കേൾക്കാനായിട്ട്? സെന്റിമീറ്റർ ക്യൂബ്. സെന്റിമീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. pi centimeter cube per second. Question number 13. Question number 13 വായിച്ച് തന്നെ ചെയ്തേ. ചന്ദന എന്തൊക്കെ തന്നിട്ടുണ്ടെന്ന് പറഞ്ഞോളെ? ഡയമീറ്റർ തന്നിട്ടുണ്ട്. ഈ ബലൂൺ സ്പെറിക്കലാണ്. വേരിയബിൾ ഡയമീറ്റർ. ഓക്കെ, എന്താ ഡയമീറ്റർ തന്നേക്കണത്? 3/2 into 2x plus 1. ഡയമീറ്റർ ഈക്വൽ ടു 3/2 into 2x plus 1. അപ്പോൾ റേഡിയസ് എത്രയായിരിക്കും? ഡയമീറ്റർ തന്നാൽ റേഡിയസ് എങ്ങനെ കാണാം? ചന്ദ്ര, ഡയമീറ്റർ തന്നാൽ നമുക്ക് റേഡിയസ് എങ്ങനെ കിട്ടും? അതിന്റെ ഹാഫ്. അപ്പൊ എത്ര വരും? 3/2 into 2x plus 1 divided by 2. അപ്പൊ എത്രയാവും? ഒറ്റ സ്റ്റെപ്പിൽ പറയാമോ? ഇതിന്റെ ഹാഫ് 1.5. ഡയമീറ്റർ 3/2 ഉണ്ട്. അപ്പൊ അതിന്റെ ഹാഫ് 3/2 divided by 1/2. Sorry, 3/2 divided by 2.
3/2 ഇൻറ്റു 1/2 വരും. എത്രയായിരിക്കും? ഏ 1.5 എന്ന് പറഞ്ഞാൽ 3/2 അല്ലേ? ഡയമീറ്റർ അല്ലേ 1.5? 3/2 നമുക്ക് 1.5 എന്ന് എഴുതാം. അപ്പൊ ഇവിടെ ഡയമീറ്റർ തന്നെയല്ലേ അത്? നമുക്ക് റേഡിയസ് അല്ലേ വേണ്ടത്? 3/2 പകുതി. 3/2 പകുതി എത്രയാവും മേഘ? പകുതി എത്രയാണ്? ബേസിലെ എത്രയാ ബേസിലെ? 3/4 ആണോ? 3/4. 3/4 ആവും. റേഡിയസ് 3/4 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 3/2/2 3/4. 3/2/2 എന്ന് പറഞ്ഞാൽ എങ്ങനെയാ വളരെ കാണണേ? 3/2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതായത് 3/2 ഇൻറ്റു എന്താണ്? 2ന്റെ ഡിവൈഡ് ചെയ്യണ്ടേ? 2ന്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 3/4 എന്ന് വരും. ഡയമീറ്റർ ആയി, റേഡിയസ് ആയി. ഡയമീറ്റർ, റേഡിയസ്. നമുക്ക് എന്താ തന്നേക്കണത്? എ ബലൂൺ വിച്ച് ഓൾവേസ് റിമെയിൻസ് സ്പെറിക്കൽ എന്ന് തന്നിട്ടുണ്ട്. വേരിയബിൾ ഡയമീറ്റർ. ഡയമീറ്റർ നമ്മൾ റേഡിയസിന് വിളിച്ചു. ഫൈൻഡ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോളിയം വിത്ത് റെസ്പെക്ട് ടു എക്സ്. അതാണ് നമുക്ക് വേണ്ടത് കേട്ടോ. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോളിയം വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോളിയം വിത്ത് റെസ്പെക്ട് ടു എക്സ്, അതായത് dv/dx കണ്ടുപിടിക്കണം. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോളിയം വിത്ത് റെസ്പെക്ട് ടു എക്സ്, dv/dx. വോളിയത്തിന്റെ ഫോർമുല വോളിയം ഈക്വൽ ടു എന്താ? ഹാഫ് ഇസ് എ വോളിയം 4/3 pi r cube. പൈ ആർ ക്യൂബ്. ശരി. ദിസ് ഈസ് ഈക്വൽ ടു 4/3 പൈ ആർ ക്യൂബ്. റേഡിയസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം കേട്ടോ. റേഡിയസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. റേഡിയസ് 3/4 ഇൻറ്റു 2x + 1 ക്യൂബ്. വോളിയം ഈക്വൽ ടു 4/3 പൈ ആർ ക്യൂബ് ആണ്. വോളിയം 4/3 പൈ ആർ ക്യൂബ്. നമുക്കിവിടെ റേഡിയസ് തന്നിരിക്കുന്നത് 3/4 ഇൻറ്റു 2x + 1. കാരണം dv/dx ആണ് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. dv/dx ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. dv/dx കാണണം. അപ്പൊ ആ റേഡിയസിന്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. റേഡിയസിന് പകരം 3/4 ഇൻറ്റു 2x + 1 ക്യൂബ്. സിംപ്ലിഫൈ ചെയ്തിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. This is equal to 4/3 pi 4/3 pi into 3/4 ക്യൂബ്. വേണമെങ്കിൽ എഴുതിയേക്കാം 3/4 ഇൻറ്റു 3/4 ഇൻറ്റു 3/4 കേട്ടോ. 2x + 1 ക്യൂബ്. 2x + 1 ക്യൂബ്. ഞാനത് മൾട്ടിപ്ലൈ ഞാൻ ഒരു 3/4 വെട്ടിപ്പോക്കുള്ളൂ, അതുകൊണ്ടാണ്. 3/4 ക്യൂബ് വരും. 2x + 1 ക്യൂബ് വരും. 3/4 ക്യൂബ് 2x + 1 ക്യൂബ്. ഒരു 3/4ഉം 4/3 വെട്ടിപ്പൊക്കോളും. ബാക്കി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 × 3 9, 4 × 4 16, 9 pi/16 ഇൻറ്റു 2x + 1 ഹോൾ ക്യൂബ്. വോളിയം എന്നാ നമുക്ക് കണ്ടുപിടിക്കണ്ടേ? ഫൈൻഡ് ദി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോളിയം വിത്ത് റെസ്പെക്ട് ടു എക്സ്. dv/dx വേണം. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോളിയം വിത്ത് റെസ്പെക്ട് ടു എക്സ്.
dv by dx. That is d by dx of 9 pi by 16 into 2x plus 1 whole cube. dv by dx, rate of change of volume with respect to x. എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം? ഫാരിസിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് പറഞ്ഞേ. 9 pi by 16 പുറത്തേക്ക് എടുക്കണ്ടേ? 9 pi by 16 പുറത്തേക്ക് എടുക്കാം. പിന്നെ 3 into 2x plus 1 all raised to square ആണ്. 3 into 2x plus 1 the whole square. ഒരു dx by into മറ്റേ 2x plus 1. 2x plus 1. ഇവിടെ ശരിക്കും ഇത് എക്സ് ക്യൂബ് എന്നുള്ള രീതിയിലാണ് കിടക്കുന്നത്. 9 pi by 16 പുറത്തേക്ക് മാറ്റിക്കഴിഞ്ഞാൽ 9 pi by 16 പുറത്തേക്ക് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ എക്സ് ക്യൂബ്. എക്സ് ക്യൂബിന്റെ ഡെറിവേറ്റീവ് എന്താണ്? 3x സ്ക്വയർ കേട്ടോ. എക്സ് ക്യൂബിന്റെ ഡെറിവേറ്റീവ് 3x സ്ക്വയർ. ഇവിടെ എക്സിന് പകരം 2x plus 1 ആണ്. നമ്മൾ പഠിച്ചായിരുന്നു ചെയിൻ റൂളിനകത്ത് എക്സിന് പകരം വേറെ എന്ത് വന്നാലും അതിന്റെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ എക്സിന് പകരം 2x plus 1 ക്യൂബ് എന്നാണ് കിടക്കുന്നത്. 2x plus 1ന്റെ ക്യൂബാണ് എക്സ് ക്യൂബിന് പകരം. അപ്പോൾ 3 into 2x plus 1 സ്ക്വയർ. എക്സിന് പകരം വേറെ എന്ത് വന്നോ അതിന്റെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് 2x plus 1. സിംപ്ലിഫൈ ചെയ്യാം. 3 into 9 27 pi by 16 into 2x plus 1 the whole cube into derivative of 2x plus 1. അതെന്ത് വരും? ഡെറിവേറ്റീവ് ഓഫ് 2x plus 1 എന്താബു? സാർ പറഞ്ഞോളാ. 2x കോൺസ്റ്റന്റ്, പിന്നെ 0, പിന്നെ +1 0 അല്ലേ? +1 0 ആണ്. 2x കോൺസ്റ്റന്റ് അല്ലേ? അബുവേ, എങ്ങനെയാടാ എക്സ് കോൺസ്റ്റന്റ് ആവണേ? കോൺസ്റ്റന്റ് അല്ലേ? നീ തോന്നുന്നത് എക്സ് കോൺസ്റ്റന്റ് ആന്ന് ഓർത്തായിരുന്നേ? ആ, എക്സ് ആടാ വേരിയബിൾ. എക്സ് കൊണ്ടല്ലേ ഡിഫറൻഷിയേറ്റ് ചെയ്യണത്. എക്സ് വേരിയബിൾ ആണ്. 2 മാത്രമേ കോൺസ്റ്റന്റ് ഉള്ളൂ. അപ്പൊ എന്ത് വരും? 2 വരും. ശരി. 2 into ഡെറിവേറ്റീവ് ഓഫ് എക്സ് 1 വരും. 2 into ഡെറിവേറ്റീവ് ഓഫ് എക്സ് 1 ആണ്. പ്ലസ് 1ന്റെ ഡെറിവേറ്റീവ് 0. അപ്പൊ 2 വരും. 2ഉം 16ഉം വെട്ടിക്കളയാം. 27 pi by 8. 27 pi by 8 into 2x plus 1. സോറി ഇവിടെ സ്ക്വയർ ആട്ടോ എഴുതിയപ്പോൾ മാറിപ്പോയി. into 2x plus 1 സ്ക്വയർ. 27 pi by 8 into 2x plus 1 the whole square എന്ന് വരും. ഈ പ്രോബ്ലംസ് ഒക്കെ ഒരു 2 പ്രാവശ്യം വീതം ചെയ്ത് പഠിച്ചിട്ട് വേണം കേട്ടോ നാളെ വന്നിരിക്കാനായിട്ട്. നിങ്ങൾ ഇതുപോലെ വെറുതെ വന്നിരുന്നിട്ട് ഒരു കാര്യമില്ല. ഈ പ്രോബ്ലംസ് ഒക്കെ ഒരു 2-3 പ്രാവശ്യമൊക്കെ ചെയ്ത് പഠിക്കുക. ചെയ്ത് പഠിച്ചിട്ട് വേണം നാളെ വരാനായിട്ട്. നാളെ ഞാൻ മുഴുവൻ ചോദിക്കുകയും ചെയ്യും കേട്ടോ. മുഴുവൻ കാര്യങ്ങളും നാളെ ചോദിക്കും. ഫോർമുലാസ് ഒക്കെ അറിയാതിരിക്കണം. വോളിയം ഓഫ് ദ സ്പിയർ, ക്യൂബ്, എല്ലാത്തിൻ്റെ വോളിയവും കാര്യങ്ങളും നാളെ അറിയാതിരിക്കണം. റേറ്റ് ഓഫ് ചേഞ്ചും കാര്യങ്ങളും അറിയാതിരിക്കണം. വിത്ത് റെസ്പെക്ട് ഏതാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നുള്ള കാര്യം അറിയാതിരിക്കണം. യൂണിറ്റുകൾ അറിയാതിരിക്കണം. ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം പഠിച്ചുകൊണ്ട് വേണം നാളെ വന്നിരിക്കാനായിട്ട് കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളുക. ബാക്കി നമുക്ക് നാളെ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു. താങ്ക് യു സർ. ഓക്കെ.